ദുഷ്ടനാണ് ഞാൻ. അപ്പൊ ശരിക്കാം. അപ്പോൾ ഹെൽത്ത് കെയർ, റോഡ്, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുകൾ കൃത്യമായിട്ടും ഓരോ രാജ്യത്തും നടക്കണമെങ്കിൽ അവർക്ക് മതിയായിട്ടുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമുണ്ട്. ഈ ഫൈനാൻഷ്യൽ റിസോഴ്സസുകളെല്ലാം തന്നെ ഓരോ രാജ്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ടാണ് കണ്ടെത്തുന്നത്. ഞാൻ GSTയുടെ സെഷനൊക്കെ എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്. GSTയുടെ സെഷനിൽ കൃത്യമായിട്ട് പറയാറുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളും ഓരോ രീതിയിലാണ് കണ്ടെത്തുന്നത്. ചില രാജ്യങ്ങൾ ഗവൺമെന്റിന്റെ കമ്പനികളുണ്ട്, ആ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗിച്ച് അല്ലെ, നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ച് ഈ പറഞ്ഞിട്ടുള്ള സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തും. ചില രാജ്യങ്ങൾക്ക് നാച്ചുറൽ റിസോഴ്സസുകൾ ഉണ്ട്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഖനനങ്ങളാണ്, സ്വർണം ഖനനം ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എടുക്കുന്നു, ഇത്തരം കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഭൂമിയിലെ പാറ പൊട്ടിച്ചോ മാർബിൾ ഉണ്ടാക്കിയോ ടൈൽസ് ഉണ്ടാക്കിയോ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടും ചില രാജ്യങ്ങൾ ആ രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. ചില രാജ്യങ്ങൾ, ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രി ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ടാക്സ് ഫ്രം ദ പബ്ലിക്. നമ്മളെ പോലത്തെ ആൾക്കാരുടെ അടുത്ത് പിരിഞ്ഞിട്ട് കാര്യങ്ങൾ നടത്താം. സിംപ്ലി അതാണ്, നമ്മളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് എടുത്തിട്ട് കളക്ട് ചെയ്യുന്ന സംഭവത്തിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? രാജ്യത്തിന്റെ പൊതു നന്മ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് കെയർ, റോഡ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ എല്ലാം, വാർത്താ വിതരണ സംവിധാനങ്ങളൊക്കെ പെട്ടു. ഇത്തരം രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഒരു തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇത് രണ്ട് രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലാണെങ്കിൽ രണ്ട് രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട്, ദുബായിലാണെങ്കിൽ രണ്ട് രീതിയിൽ കളക്ട് ചെയ്യുന്നത്. നമ്മൾ UAEയുടെ ക്ലാസ് ആണ് നമ്മളൊന്ന് പ്രധാനമായിട്ട് പറയാം. അപ്പൊ അതൊന്ന് GSTയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം. നമുക്ക് പെട്ടെന്ന് നമ്മൾ മിക്കവാറും ആളുകൾ ഇന്ത്യയിലെ GSTയുമായിട്ട് കുറച്ചെങ്കിലും ഫെമിലിയർ ആയതുകൊണ്ട് ഇന്ത്യയിലെ GST വെച്ചിട്ട് നമുക്ക് മെല്ലെ UAEയിലേക്ക് കയറി പിടിക്കാം. ഇന്ത്യയിൽ രണ്ട് രീതിയിൽ കളക്ട് ചെയ്യുന്ന, ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ആയിട്ടും കളക്ട് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും അതായത് നേരെ മൂക്ക് കുടിക്കുന്നുണ്ട്, വളഞ്ഞിട്ടും മൂക്ക് കുടിക്കുന്നുണ്ട് മാത്രം. സിമിലർലി UAEയിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്, നേരിട്ടും എടുക്കുന്നുണ്ട്, വളഞ്ഞിട്ടും എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഡയറക്റ്റ് ടാക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞത്. UAEയിലെ ഡയറക്റ്റ് ടാക്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് തൽക്കാലം നിങ്ങൾ അങ്ങനെ ഒരു കോർപ്പറേറ്റ് ടാക്സ് ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇന്ത്യയിലെ ഇൻഡയറക്റ്റ് ടാക്സിനെ നമുക്ക് GST എന്ന് പറയുമ്പോൾ UAEയിലെ ഇൻഡയറക്റ്റ് ടാക്സിനെ നമുക്ക് വാറ്റ്, UAE വാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Person or organization pays directly to the entity that imposed it. യെസ്. ആർക്കെങ്കിലും മനസ്സിലായോ? വേറെ ആർക്കെങ്കിലും? മലയാളത്തിൽ ആരെയും പറഞ്ഞേ നോക്കട്ടെ. കറക്റ്റ് തെറ്റിക്കോട്ടെ കേട്ടോ, തെറ്റുക എന്നുള്ളതൊരു പ്രശ്നമല്ല. ഞാൻ കുറച്ച് ആളുകൾ റിമൂവ് ചെയ്യാണ്ട് അവിടെ റിമൂവ് ചെയ്തിട്ട് ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് അടിക്കുന്ന പൈസ. എങ്ങനെ? ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനമോ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. യെസ്. കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ സാലറി ഏൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഗൂഗിളോ മൈക്രോസോഫ്റ്റോ വലിയൊരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. എനിക്ക് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകത്തിന്റെ ഒരു പെർസെൻറ്റേജ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് അടക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. സിമ്പിൾ. അതായത് ഇന്ത്യയിലെ ഒരു സ്ലാബ് ഉണ്ടല്ലോ, 5 മുതൽ ഇത്ര വരെ, അത് മുതൽ ഞാൻ ഇത്ര വരെ, അത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ്, അത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയും. അതുപോലെ എനിക്ക് സാലറി കിട്ടി, ആ സാലറി ഗവൺമെന്റ് പറയുന്ന ലിമിറ്റിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് എത്രയാണോ പറയുന്ന പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് ഗവൺമെന്റിന്റെ സൈറ്റിലേക്ക്, ഇന്ത്യയിലാണെങ്കിൽ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറിയിട്ട് ITR 1, 2, 3, 4, 5, 6, 7 എന്നുണ്ട് 7 ഫോമുകളുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള ഇൻകം ആണോ നമുക്കുള്ളത് ആ ഇൻകത്തിനനുസരിച്ച് അതിൽ ഫോം നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിന്റെ ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഇൻകം ടാക്സ് അതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ വരുമാനം അതിന്റെ ഒരു പെർസെൻറ്റേജ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറുന്നു, അടച്ചു പോകുന്നു. നമുക്ക് അടക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ CAക്കാരുടെ സഹായം തേടുന്നു, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള കൺസൾട്ടൻസിന് സഹായം തേടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ്, മീൻസ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെയാണ് കോർപ്പറേറ്റ് ടാക്സ്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സ് അങ്ങനെ തന്നെയാണ്. കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യയിൽ വരുന്നു, അവർ മോശമില്ലാത്ത രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കുന്നു,
ആ ഇൻകം ഗവൺമെന്റ് സ്ലാബ് നിർണ്ണയിച്ചിട്ടുണ്ട്. ആ സ്ലാബിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾ കയറിയിട്ട് അപ്ലൈ ചെയ്ത് ഗവൺമെന്റിന് ടാക്സ് അടക്കുന്നു. ക്ലിയർ ആയില്ലേ? ഡയറക്റ്റ് ആയിട്ട് അടക്കുന്നു എന്നർത്ഥം. ഇതിന്റെ മറ്റൊരു വകഭേദമാണ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് ഇൻഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് എത്തുന്നത് GST അതിനൊരു എക്സാമ്പിൾ ആയി പിടിച്ചോളൂ. കോർപ്പറേറ്റ് ടാക്സിലേക്കും വാറ്റിലേക്കും വരാം. GST അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പിടിച്ചോളൂ. എങ്ങനെയാ സംഭവിക്കുന്നത് GST? ആരെങ്കിലും ഒരാൾ പറയും. നേരത്തെ പറഞ്ഞത് അല്ലാതെ വേറെ ആൾ പറയും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, റേഡിയം പോലെ ആവരുത്. എല്ലാവർക്കും പറയാം. തെറ്റിക്കോട്ടെ, തെറ്റി വെച്ചാൽ ആരും പോലീസ് പിടിക്കൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ ഒരാള്. ഫിറോസ് പറയും. അത് കഴിഞ്ഞിട്ട് സായിദൊക്കെ പറയാം. ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അതൊക്കെ ശരി. പിന്നെ സാജിദ് എന്ന് പറഞ്ഞു. സാജിദ് എന്താ പറയാൻ വിചാരിച്ചേ? മ്യൂട്ടാണ്. അത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാന് ഉദാഹരണം പറയാൻ വന്നത് വിൽപ്പന നികുതിയാണ് സാർ. കറക്റ്റ്. അതിന് പറഞ്ഞോളൂ. നമ്മള് നികുതി എന്ന് പരോക്ഷ നികുതി എന്ന് പറയുന്നത് നികുതി ചുമത്തപ്പെടുന്ന ആൾ നേരിട്ട് അടയ്ക്കുന്ന നികുതി അല്ല. നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ വാങ്ങിക്കുമ്പം പരോക്ഷമായിട്ട് നമ്മൾ നികുതി ചുമത്തപ്പെടുന്ന ആൾ അറിയാതെ തന്നെയാണ് GST. കറക്റ്റ്. അത് തന്നെയാണ് സായിദ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ഒന്നുകൂടിയും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു സുഹേൽക്കായുടെ കടയിൽ പോയിട്ട്, സുഹേൽക്ക ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. സുഹേൽക്കായുടെ കടയിൽ പോകുന്നു. ഞാനൊരു 1 lakh rupees സാധനം പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. 1 lakh rupees സാധനം ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ സുഹേൽക്കാക്ക് ഞാൻ 1 lakh പ്ലസ് അതിന്റെ എത്രയാണോ ടാക്സ്, ആ ടാക്സും കൂടി ഞാൻ ആർക്കാ കൊടുക്കാം? സുഹേൽക്കാർക്കായിരിക്കും കൊടുക്കാം. സുഹേൽക്കയാണ് ഈ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. അതായത് ഞാൻ നേരിട്ടല്ല ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. എന്റെ ടാക്സ് സുഹേൽക്ക കൊടുക്കുന്നു. സുഹേൽക്കയാണ് എന്ത് ചെയ്യണത്? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. ഇനി സുഹേൽക്ക ചിലപ്പം പർച്ചേസ് ചെയ്യുന്നത് ഒരു ഹോൾസെയിലറുടെ കയ്യിൽ നിന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ സുഹേൽക്ക കൊടുക്കുന്നത് ഹോൾസെയിലർക്കായിരിക്കും. സുഹേൽക്കയുടെ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത് ഹോൾസെയിലർ ആയിരിക്കാം. ഹോൾസെയിലറിന്റെ മുകളിൽ ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാകാം. ആ ഹോൾസെയിലർ ആർക്കായിരിക്കും ടാക്സ് കൊടുക്കുക? സൂപ്പർ സ്റ്റോക്കിസ്റ്റിനായിരിക്കും. അയാളായിരിക്കും ഗവൺമെന്റിൽ. അങ്ങനെ പോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡിംഗ് മെക്കാനിസത്തിലാണ് ഇൻഡയറക്ട് ടാക്സ് സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഫോർവേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ടാക്സ് സുഹേൽക്ക കൊടുക്കുന്നു. സുഹേൽക്ക് അതിന് മുകളിലുള്ള സാജിദിന് കൊടുക്കുന്നു. സാജിദ്ക്ക് അതിന് മുകളിലുള്ള ജാഫറിന് കൊടുക്കുന്നു. ജാഫർക്ക് അതിന് മുകളിലുള്ള അനൂപായി കൊടുക്കുന്നു. അനൂപായി സാജിദ്. ഇങ്ങനെ ഫോർവേഡിംഗ് മെക്കാനിസത്തിലാണ്. ഇതിനാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. അപ്പൊ നമ്മൾ GSTയിലും അതുപോലെ UAE വാറ്റിലും റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ എങ്ങനെയാണോ നടക്കുക എന്നുള്ളത് ആലോചിച്ചാൽ മതി. അത് നമ്മൾ പറയാം എന്താണ് റിവേഴ്സ് ചാർജ് എന്നുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ വാട്സപ്പിന് ഒരു എക്സാമ്പിൾ ആക്കി എടുത്തോളൂ. എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുന്നു. ഞാനത് സുഹേൽക്കാക്ക് ഫോർവേഡ് ചെയ്യുന്നു. സുഹേൽക്ക സാജിദാക്ക് ഫോർവേഡ് ചെയ്യുന്നു. സാജിദ് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇങ്ങനെ ഫോർവേഡിംഗ് മെക്കാനിസത്തിലൂടെയാണ് ഇൻഡയറക്ട് ടാക്സ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. സെറ്റായോ? ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്ട് ടാക്സ് മീൻസ് ഇൻഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. അപ്പൊ രണ്ട് രീതിയിൽ നോക്കുകയാണെങ്കിലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് കിട്ടുന്നത് ടാക്സ് ആണ്. ഒന്ന് നേരിട്ട് കിട്ടുന്നു, മറ്റൊന്ന് വളഞ്ഞ വയലൂടെ കിട്ടുന്നു. രണ്ടിലും കിട്ടുന്ന ടാക്സ് ആണ്, അല്ലെ? ഒന്ന് നേരെ മൂക്ക് പിടിക്കുന്നു, മറ്റേ വളഞ്ഞ മൂക്ക് പിടിക്കുന്നു. രണ്ടും പിടിക്കുന്ന മൂക്കാണെന്ന് പറഞ്ഞ മാതിരി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിലും കിട്ടുന്നത് കൃത്യമായിട്ടുള്ള ടാക്സ് ആണ്. ഇതാണ് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ക്ലിയർ ആയില്ലേ? ഇനി നേരത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ എപ്പോഴും നേരത്തെ നാച്ചുറൽ റിസോഴ്സസുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് GCC രാജ്യങ്ങളാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. ഈ നാച്ചുറൽ റിസോഴ്സസിന് ഒരു പ്രശ്നമുണ്ട്. എന്താ? വൺസ് നമ്മൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തിരിച്ച് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതായത് പണ്ട് നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കണല്ലോ, പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളും പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത വിഭവങ്ങളാണ് ഈ നാച്ചുറൽ റിസോഴ്സസുകൾ. അത് നമ്മൾ ക്രൂഡ് ഓയിൽ ആവട്ടെ, അവിടെ നമ്മൾ കുഴിച്ചെടുക്കുന്ന സ്വർണ്ണം ആവട്ടെ, വൺസ് അത് കുഴിച്ചെടുത്താൽ പിന്നെ അവിടെ ഇല്ല. പിന്നെ വേറെ അധികം തപ്പിയിട്ട് വേണം എടുത്തിട്ടുണ്ടാക്കാൻ. ക്രൂഡ് ഓയിൽ വൺസ് അത് എടുത്തുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല. ഇതിങ്ങനെ കുഴിക്കുന്നതോറും വെള്ളം പോലെ ഉണ്ടാക്കി വരില്ല. അപ്പം ഇവരുപയോഗിക്കുന്ന ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസുകൾക്കൊക്കെ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അത് ഉണ്ടാവില്ല.
അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത്. കാരണം ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ടാണ്, അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? അതായത് ഈ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഇത് ഒരുപാട് കാലം ഇങ്ങനെ കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ജീവിച്ചു പോകുന്ന രാജ്യങ്ങളും ചിന്തിക്കും, നമ്മൾ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ എന്താവും? നമ്മൾ ഇല്ലാണ്ടാവും, ഇല്ലേ? ദുബായിയുടെ ഒക്കെ ഹിസ്റ്ററി എന്താ പറയുക? ദുബായിയുടെ പഴയകാല ഹിസ്റ്ററി ഒക്കെ എന്താ? ദുബായിലെ മുഴുവൻ മുക്കുവന്മാരാണ്. മുക്കുവന്മാരെന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, വെറും മരുഭൂമിയും ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് ഈ മരുഭൂമി. ഇതിൽ ഒട്ടും ആളുകൾ ഒട്ടും ജീവിക്കാൻ സുഖമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ പഴയ UAE എന്ന് പറയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAE എന്ന് പറഞ്ഞ രാജ്യം ഇവിടെ അടുത്ത കാലത്ത് വന്നതാണ്. അതിനു മുമ്പൊക്കെ ഓരോ രാജാക്കന്മാർ ഭരിക്കുന്ന പ്രവിശ്യകൾ പോലെയുള്ള സംവിധാനമായിരുന്നു. ഇപ്പൊ UAE 7 സ്റ്റേറ്റുകളുണ്ട്. അബുദാബി ഉണ്ട്, അല്ലൈൻ ഉണ്ട്, ഷാർജ ഉണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് എമിറേറ്റ്സുകൾ ഉണ്ട്. എമിറേറ്റ്സ് മീൻസ് സ്റ്റേറ്റുകൾ ഉണ്ട്. ഈ സ്റ്റേറ്റുകളൊക്കെ യഥാർത്ഥത്തിൽ മുമ്പ് ഓരോ രാജാക്കന്മാര് ഓരോ പ്രവിശ്യകൾ, ഓരോ ഏരിയ ഉണ്ടാവും, അല്ലെ? ഒരു ചതുരത്തിൽ എടുത്തു കഴിഞ്ഞാൽ 4 മുക്കിൽ ഓരോ കുറച്ച് ആളുകൾ. ഇപ്പൊ ഇവിടെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ രാജാവായിട്ട് നിൽക്കും. അവിടെ കുറച്ച് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആളുകൾ കൂട്ടായ്മ ഉണ്ട്, അവിടെ ഒരു രാജാവ് ഉണ്ടാവും. ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പുറം ഒരു കൂട്ടായ്മ ഉണ്ട്, അവിടെ ഒരു രാജാവ് ഉണ്ടാവും. ഇങ്ങനെ ഈ രാജാക്കന്മാര് ഭരിക്കുന്ന ഒരു UAE മിക്കവാറും UAE എന്ന് മാത്രമല്ല ഗൾഫ് കൺട്രീസ് ഒക്കെ ഓൾമോസ്റ്റ്, ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഏഷ്യയിലെ ഈ ആ ഒരു ഏരിയയിലെ കമ്പനികളൊക്കെ ഏറെക്കുറെ രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിൽ വരുന്ന ഇതായിരുന്നു. പിന്നീട് ഇവരെ മറ്റാളുകൾ പുറത്തുനിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെടുത്തിട്ടുള്ള കൂട്ടമായിട്ടുള്ള ഒരു തീരുമാനമാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് ഒരു രാജ്യമാകാം. അങ്ങനെയാണ് UAE എന്ന് പറഞ്ഞ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വരുന്നു. അതിൽ ഓരോ രാജാക്കന്മാർ, ഇപ്പൊ ഈ ദുബായിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അബുദാബിയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, ഇവിടെ ഒക്കെ ഈ രാജാക്കന്മാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു? അവരെല്ലാവരും അവിടെ കൂടിയിട്ട് എന്നാൽ രാജാക്കന്മാർ അതേപോലെ നിലനിർത്തിയിട്ട് ഒരു രാജ്യം ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഒക്കെ അവസ്ഥ, ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ പഴയ കാലത്തെ മുക്കുവന്മാരിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ലോകത്തിലെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും എല്ലാ സംവിധാനങ്ങളും ഉള്ള ലോകത്തിലെ ഏറ്റവും ട്രാൻസ്പോർട്ടിങ് ഫെസിലിറ്റി, എന്തുകൊണ്ടും മികച്ച ജീവിത സൗകര്യത്തോട് പോയി നിൽക്കുന്ന രാജ്യമായിട്ട് ദുബായ് മാറിയതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അത് നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ദുബായിയെ കുറിച്ച് പഠിക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും UAE വാറ്റിനെ കുറിച്ച് പറയുമ്പോൾ UAEയുടെ ഹിസ്റ്ററി നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി പോവാം. ക്ലിയർ ആയില്ലേ? പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുണ്ടാകുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് ഈ ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണമല്ലോ, ഓൾട്ട് ചെയ്യണമല്ലോ. ഇവരുടെ വണ്ടി കേടന്നാലോ അല്ലെങ്കിൽ ഈ കപ്പൽ ഷിപ്പ് കേടന്നാലോ ഒക്കെ ഒരു ഏരിയ, ഒരു സ്ഥലത്ത് നിൽക്കണമല്ലോ. അങ്ങനെ ഒരു ഏരിയ മാത്രമായിരുന്നു ദുബായ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. ദുബായ് ക്രീക്ക് എന്നൊക്കെ പറയും. എത്ര ആൾ ദുബായിൽ നിൽക്കുന്ന ആൾക്ക് അറിയാം. ആ ഒരു ഏരിയയിലായിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഏരിയ. അവിടെ ആരും ഉണ്ടാവില്ല, കുറച്ച് എന്നാലും നല്ല ഒഴിഞ്ഞ ഏരിയ ആണ്. അവിടെ കുറച്ച് മുക്കുവന്മാരല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെ പോവാണ്. അപ്പൊ ഇവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ, ബ്രിട്ടീഷുകാർക്ക് അഭയം കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത് ദുബായിയുടെ ഒരു അവസ്ഥ. പിന്നീട് അഭയം കൊടുക്കുന്നതിന് ഭാഗമായിട്ട് ഈ എന്താ പറയുന്നു, ഈ ദുബായിക്ക് ഒരുപാട് സൗകര്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞു. പിന്നീട് അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ചെയ്തു കൊടുക്കാതിരിക്കുന്നു. പിന്നീട് ദുബായ് ഉള്ള രാജാവ് പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഒരുപാട് ബിസിനസ്സുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ഫ്രീ സിസ്റ്റം കൊണ്ടുവരുന്നു. ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു, അല്ലെ? ആ മണലിൽ ഒട്ടും ഭൂമിയിൽ ഒരു സംഭവം നിൽക്കാത്ത സംഭവമാണ് മണല്. മണലിൽ എന്ത് അല്ല, നമ്മൾ കാല് ചവിട്ടിയാൽ പോലും പിടുത്തല്ലാത്ത സ്ഥലമാണ് മണൽ. അങ്ങനെ തന്നെയല്ലേ? മണലിലൂടെ യാത്ര ചെയ്താൽ അങ്ങനല്ലേ അനൂപായി? നമ്മൾ കാല് ചവിട്ടി കഴിഞ്ഞാൽ പോലും നിൽക്കുന്നിടത്തേക്കില്ല. ആ സ്ഥലത്താണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ഉയർന്നിരിക്കുന്നത്. ലോകത്തിലെ എല്ലാവിധ സംവിധാനങ്ങളും, ലോകത്ത് എന്ത് പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടോ അതിനേക്കാൾ മികച്ച ഒരു കോപ്പി അവരവിടെ ദുബായിൽ സൃഷ്ടിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടുകൾ, ഇതൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന് ലോകത്തിന്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് ദുബായ്. ലോകത്തിലെ ബിസിനസിന്റെ ഹബ്ബാണ് ദുബായ്. അല്ലെ? ഇതൊക്കെ അവർക്ക് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം പുനഃസ്ഥാപിക്കപ്പെടാത്ത നാച്ചുറൽ റിസോഴ്സസുകൾ ഒരുപാട് കാലത്ത് അവർ ആശ്രയിച്ചിരുന്നു. ആ ആശ്രയത്തെ ഒരുപാട് കാലം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നിലാണ് അവർ ടാക്സ് സിസ്റ്റത്തിലേക്ക് പതിയെ കടക്കുന്നത്. ഓക്കെ, അപ്പൊ തുടക്ക കാലഘട്ടത്തിൽ GCC എന്ന് പറഞ്ഞ രാജ്യം, ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി പോലെ, ഒരു കൗൺസിൽ, ഒരു
ടീമുണ്ട്. അതായത് ഗൾഫിലെ 7-8ഓളം രാജ്യങ്ങൾ കൂടിയുള്ള ഒരു ടീം. അവരെല്ലാവരും കൂടെ കൂടി തീരുമാനിക്കുകയാണ് നമ്മളാണ് ഈ ഒരു നാച്ചുറൽ റിസോഴ്സസ് വഴി ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതൊരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല. വൺസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ഉപയോഗിക്കും. പിന്നീട് നമ്മുടെ അടുത്ത് ഒരു സാധനം ഉണ്ടാവില്ല. അതോടുകൂടി നമ്മളെ ആളുകൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും എന്നുള്ള ചിന്തയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു പുതിയ ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവരാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെത്തുന്നത്. അങ്ങനെയാണ് 2018 ജനുവരി 1 കാലഘട്ടത്തിൽ മൊത്തത്തിൽ UAE ഒരു പുതിയ ടാക്സ് സംവിധാനം വരണം. ആ സംവിധാനം GCC VAT എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലൂടെയാണ് ആദ്യം പോയത്. UAE GCC VAT എന്ന് പറഞ്ഞു. അപ്പൊ നിലവിൽ GCC VAT ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ 2018 ജനുവരി 1 കാലഘട്ടത്തിലൊക്കെ ഇവരെല്ലാവരും മൊത്തത്തിൽ ഒരു ടാക്സ് സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ. ശരിക്കും മൈക്ക് മ്യൂട്ട് ചെയ്യണേ എങ്കിൽ എല്ലാവരും കേൾക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ കുറെ കാലം മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെ. ഏതൊക്കെയാ രാജ്യങ്ങള്? ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രാജ്യങ്ങളുണ്ട്, 6 രാജ്യങ്ങൾ. ഒന്നാമത്തത് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായ്, അബുദാബി ഉൾപ്പെടെയുള്ള പ്രവിശ്യയിലെ രാജ്യം. പിന്നെ സൗദി അറേബ്യ, മക്ക മദീന ഒക്കെ പോലെയുള്ള സൗദി അറേബ്യ, ലോകകപ്പൊക്കെ നടന്നിട്ടുള്ള ഖത്തർ, ഒമാന്, കുവൈറ്റ്, ബഹ്റൈൻ. ഇത്രയും 6 രാജ്യങ്ങളാണ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറയാം. ഇവരുടെ തലവന്മാരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു തീരുമാനമാണ് നമുക്കൊരു വാറ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊണ്ടുവരണം. അതിന്റെ ടാക്സ് പെർസെൻറ്റേജ് 5% ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിൽ ഇവരെത്തി. പിന്നീടാണ് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നത്, പല പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ അവർ ഒന്നിച്ചെടുക്കാനുള്ള വാറ്റിന്റെ സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഓരോ രാജ്യങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ളതായ രീതിയിൽ ടാക്സിലേക്ക് അവർ കടക്കുന്നു. ഇപ്പൊ UAE ടാക്സ് സിസ്റ്റം അല്ല സൗദിയിലുള്ളത്, സൗദിയിലുള്ള ടാക്സ് സിസ്റ്റം അല്ല ബഹ്റൈനിലുള്ളത്, ഖത്തറിൽ ടാക്സേ ഇല്ല, ഇനി അവിടെ വരാനിരിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ UAE 5% ആണെങ്കിൽ സൗദിയിൽ ഇത് 10%. ഇങ്ങനെ ടാക്സ് സിസ്റ്റം ഒക്കെ മാറി. മുമ്പ് എല്ലായിടത്തും 5%. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോഴും പഠിപ്പിക്കുന്നത് സൗദിയിലായാലും വാറ്റിലായാലും എല്ലായിടത്തും 5%ആ പഠിപ്പിക്കുന്നത്. ആരാണ് ഏതാണ് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇങ്ങോട്ടേക്ക് പറയണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പൊ അവിടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. അതായത് എന്താ പറയാ, റിസർച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ. ആ പുതിയ മാറ്റങ്ങൾ, അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് പുതിയ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇന്ന്. അപ്പൊ ആ സ്ഥാപനത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ തന്ന ടോപ്പിക്കിൽ കണ്ട സൗദിയുടെ ടാക്സ് 5%. ഏറ്റവും ലാസ്റ്റ് നടത്തിയ. അപ്പൊ ഞാൻ അവിടുത്തെ റിസർച്ച് ഇങ്ങനെ വിളിച്ചു, നിങ്ങളെ റിസർച്ച്. അപ്പൊ അയാൾ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, സൗദിയിൽ ഇതാണോ GCC വാറ്റിൽ മൊത്തത്തിൽ 5 അല്ലേ? ഞാൻ GCC വാറ്റ് ഇപ്പൊ ഇല്ലല്ലോ. അതെപ്പോഴും ഈ റിസർച്ച് വിങ്ങിൽ ആളുകൾ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, യൂട്യൂബിനെയും അതേപോലെ ഗൂഗിളിനെയൊക്കെ നന്നായിട്ട് ആശ്രയിക്കുക. അപ്പോൾ ആശ്രയിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. എല്ലാം നമ്മളെ ഒരു സ്പൂൺ ഫീഡിങ് പോലെ നിൽക്കണ്ട. ഒരുപാട് നമ്മൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് സെർച്ച് ചെയ്യാം. ഇന്ന് ChatGPTയും ക്ലൗഡ് AIയും അതേപോലെ ജെമിനിയും ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ChatGPTയിൽ പോയി സെർച്ച് ചെയ്യരുത്. ChatGPT 2021 വരെ ട്രെയിൻഡ് ഡാറ്റയാണ്. അപ്പോൾ ആ ഡാറ്റ തരും. പിന്നെ ജെമിനിയോ അല്ലെങ്കിൽ ക്ലൗഡ് AIയോ ബിങ്ങോ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് സെർച്ച് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ പഴയ വാരിയസ് സിസ്റ്റം ഒക്കെ പോയി നമ്മൾ എന്ത് ചെയ്തു, പുതിയ അപ്പൊ പഴയ ആ ഒരു സംവിധാനത്തിൽ മാറിയിട്ട് പുതിയ ഒരു ടാക്സ് സംവിധാനത്തിലേക്ക് UAE വന്നു. അതാണ് UAE വാറ്റ് എന്ന് പറയാം, UAEയിലുള്ള വാറ്റ്. അപ്പൊ UAEയിൽ ഏതൊക്കെ UAE എന്ന് പറഞ്ഞ രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. ഞാൻ കഴിഞ്ഞ ഏതൊരു സെഷൻ എടുക്കുന്ന സമയത്ത് രാജ്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു. ഇതാരും കളിയാക്കാനും ചിരിക്കാനും നല്ല, പക്ഷെ ഇപ്പോഴും ഇത് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് മക്കയും മദീനയും ദുബായും സൗദിയും ഒക്കെ ഒരു രാജ്യമാണ്. അപ്പൊ അതിനൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക. ഇത്രയും രാജ്യങ്ങളാണുള്ളത്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UAE കുറിച്ച് മാത്രമാണ്. UAEയുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ UAEയിലെ എമിറേറ്റ്സുകൾ, ഇതാണ് 7 എമിറേറ്റ്സുകളാണ് UAEയിലുള്ളത്. എമിറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റുകൾ എന്ന് തൽക്കാലികം ആലോചിച്ചാൽ മതി. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് എത്ര സ്റ്റേറ്റുകളുണ്ട്? എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ? ഹലോ, 29. ഉറപ്പാണോ?
ആണ്. ഓക്കെ, 29 സ്റ്റേറ്റുകൾ ഉള്ളതുപോലെ UAE എന്ന് പറഞ്ഞ രാജ്യത്ത് 7 സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചോളെ. അവിടുത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എമിറേറ്റ്സുകൾ എന്ന് പറയും. ഒന്ന് ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ, ഉമ്മുൽ കുവൈത്ത്. ഇത്രയും സ്റ്റേറ്റുകളാണ്, എമിറേറ്റ്സുകളാണ് ദുബായ്ക്കകത്തുള്ളത് എന്ന് മനസ്സിലാക്കാം. ബാക്കി മക്ക, മദീന ഇതൊക്കെ വേറെ സ്റ്റേറ്റിലെ വേറെ രാജ്യത്താണ് എന്നുള്ളത് മനസ്സിലാക്കണേ. അറിയാത്ത ആളുകളുണ്ടാവും, പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, കുഴപ്പമില്ല. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ 7 രാജ്യങ്ങളുണ്ട്, 7 സ്റ്റേറ്റുകളുണ്ട്. ഈ ഓരോ സ്റ്റേറ്റിലും വിഭവങ്ങൾ ഉണ്ടാവും അല്ലേ? ഇവർ യഥാർത്ഥത്തിൽ എങ്ങനെ UAE ഉണ്ടായത്? ഷാർജയിലെ രാജാവും ഉമ്മുൽ കുവൈത്തിലെ രാജാവും എല്ലായിടത്തെ രാജാക്കന്മാരും കൂടി അവർ സ്റ്റേറ്റ് ആയതാ. അപ്പോൾ ഓരോ രാജാക്കന്മാർക്കും അവരുടേതായ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ നാട്ടിലെ പ്രവിശ്യയിലെ ഭരണാധികാരികളാണ്. അപ്പോൾ അവരെ പടക്കിയിട്ട് ഇവരെല്ലാവരും ഒഴിവാക്കിയിട്ട് ഒറ്റ രാജാവ് എന്നുള്ള ഇന്ത്യയിലെ കോൺസെപ്റ്റ് അവിടെ നടക്കൂല. ആ ഓരോ രാജാക്കന്മാർക്കും ആ ഒരു പ്രവിശ്യയിലെ പരിധി അവർക്ക് തന്നെ കൊടുക്കണം. അപ്പൊ നോക്കുമ്പോൾ അബുദാബിയുടെ കാര്യങ്ങൾ നോക്കുന്നത് അബുദാബി ഗവൺമെന്റ് ആണ്, അബുദാബിയിലെ രാജാവാണ്. ദുബായിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ദുബായിലെ രാജാവാണ്. ഷാർജയിലെ കാര്യങ്ങൾ നോക്കുന്നത് ഷാർജയിലെ രാജാവ് തന്നെയാണ്. ഇവരെല്ലാവരെയും നിയന്ത്രിക്കുന്ന മൊത്തത്തിലുള്ള ഒരു സഭ ഒന്നും. അതിൽ പ്രധാനമന്ത്രി ഇന്ന സ്റ്റേറ്റിൻ്റെതാവണം, മറ്റേ ആള് ഇന്ന സ്റ്റേറ്റിന്റെ ആവണം എന്നുള്ള കുറച്ച് റൂൾസ് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ പ്രവിശ്യയിൽ ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് അബുദാബിയാണ്. അബുദാബിയാണ് മൊത്തം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നല്ലൊരു ശതമാനം അബുദാബിയാണ്. അപ്പൊ അബുദാബി ആയാലും രാജാവായിരിക്കും അവിടുത്തെ ആര് പ്രസിഡന്റ്. ആരാ UAE പ്രസിഡന്റ്? ആരാ? അബുദാബി ആണോ ദുബായ് ആണോ? മനുഷ്യന്മാരെ മൈക്ക്, ദുബായിൽ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഒന്ന് പറയും. UAE പ്രസിഡന്റ് ആരാ? അബുദാബിയിലെ രാജാവാണ്. ആരാള് ഇപ്പൊ ഇന്നത്തെ? ആരാ? ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അയ്യോ, അടിപൊളി അല്ലേ? ആ കുടുംബാണ്. പിന്നെ ആരാ ഉള്ളത്? ദുബായിലെ ആരാ? ദുബായിലെ രാജാവ് ആരാ? UAE പ്രസിഡന്റ് ആരാന്ന് കിട്ടില്ലേ? ഇനി ദുബായിലെ രാജാവ് ആരാ? ഒന്നുമില്ലെങ്കിൽ വെറുതെ എഴുതി വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തോളേട്ടോ. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ സെർച്ച് ചെയ്യണ്ട. നിങ്ങൾ പോകുന്ന രാജ്യത്തിന്റെ നേതാവിന് ചോദിച്ചാൽ കിട്ടില്ല എന്ന മോശം കേട്ടോ. മുഹമ്മദ് ബിൻ റാഷിദ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്. ഷെയ്ഖ് മുഹമ്മദിന്റെ ആരാ? ഷെയ്ഖ് മുഹമ്മദിന്റെ ആരാ? ഹംദാൻ ബിൻ മുഹമ്മദ് അൽ ഹംദാൻ. ഷെയ്ഖ് ഹംദാന്റെ നിങ്ങൾ ആരും പറയണ്ട. നിങ്ങൾ നിലവിൽ അവിടെ എഴുതി വെച്ചോളി. UAE പ്രസിഡന്റ് ആരാ, പ്രൈം മിനിസ്റ്റർ ആരാ, പ്രധാനമന്ത്രി ആരാ, സെക്രട്ടറി ആരാ, പ്രസിഡന്റ് ആരെന്നൊക്കെ എഴുതി വെച്ചോളി. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോളി. ഓക്കെ, അമ്മയ്ക്ക് മ്യൂട്ട് ചെയ്തോളി. അപ്പോ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നല്ലതാ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കല് നമുക്ക് ചെറിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ അതൊക്കെ രസകരല്ലേ? നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെ ആരൊക്കെ ഇരിക്കുന്നത്. അപ്പം ഏറ്റവും വലിയ സ്റ്റേറ്റിലെ ആളാണ് അവിടുത്തെ ആള് എന്നുള്ളത്. അത് എപ്പോഴും അബുദാബിയുടെ ആളിങ്ങനെ മാറി വരുമ്പോഴും അവരായിരിക്കും. മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ദുബായിലെ ആളായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലുള്ള ആ ഒരു റെസിഡൻഷ്യലുള്ള നിയമം തന്നെ ആയിക്കോണം എന്നില്ല ഷാർജയിൽ ഉണ്ടാവുക. ഷാർജയിലുള്ള അത്ര തന്നെ നിയമങ്ങൾ ആയിരിക്കണമെന്നില്ല. എന്നാൽ മൊത്തമായിട്ട് ഒരു നിയമമുണ്ട്. എന്നാൽ ഓരോ സ്റ്റേറ്റുകൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ക്ലിയർ ആയില്ലേ? ഓരോ സ്റ്റേറ്റിനും മീൻസ് ഓരോ എമിറേറ്റ്സിനും അതിൻ്റെതായ നിയമം ചട്ടക്കൂടുകളുണ്ട്. അതിനകത്ത് അവർക്ക് അങ്ങനെ പോകാം. എന്നാൽ മൊത്തമായിട്ട് അങ്ങനെയുണ്ട്. ഇന്ത്യയിലും അങ്ങനെയില്ലേ? ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റുകൾക്കും ചില അധികാരങ്ങളുണ്ട്. എന്നാൽ കേന്ദ്രത്തിൻ്റെതായ ചില അധികാരം കേന്ദ്രത്തിനുണ്ട്, സ്റ്റേറ്റുകൾക്ക് മുകളിലുള്ള. എന്താ അധികാരത്തിന് പറയാന്നറിയോ? ഇന്ത്യയിൽ എന്താ പറയാ? സ്റ്റേറ്റുകൾക്ക് മാത്രമുള്ള അധികാരങ്ങളും കേന്ദ്രത്തിന് മൊത്തത്തിലുള്ള അധികാരങ്ങളെ കുറിച്ച് എന്താ പറയാ? നിങ്ങൾ ആരും പത്രം വായിക്കണില്ലേ? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞിരുന്നു ഇവിടെ അടുത്ത്. യൂണിയൻ ടെറിട്ടറി വേറെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കൺകറന്റ് ലിസ്റ്റുകള് ആരുമില്ലേ ഇതിനകത്ത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെയാ വരിക? സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റേ ലിസ്റ്റോ? രണ്ടും കൺകറന്റ് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി.
സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും അതും എല്ലാമായിട്ട് സൈഡിൽ ബന്ധപ്പെട്ട എഴുതി വെച്ചോളി. അങ്ങനെ എന്തൊക്കെയാ പരിപാടികൾ അതും സൈഡിൽ എഴുതി വെച്ചിട്ട് സെർച്ച് ചെയ്തോളാം. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട രസമുള്ള ടോപ്പിക്കാണ്, പക്ഷെ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ച് ഞാൻ അതിലേക്ക് പോയാൽ അങ്ങനെ കയറിപ്പോകും, സമയം കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ഉണ്ട്. അപ്പം സിമിലർലി UAE-ലും ഓരോ പ്രവിശ്യ, ഓരോ എമിറേറ്റ്സിനകത്തും ഇതുണ്ട്. അതല്ലാതെ മൊത്തത്തിൽ ഒരു ലോ ഉണ്ട്. മൊത്തത്തിലുള്ള ലോയാണ് UAE ഫെഡറൽ ഡിക്രി ലോ എന്ന് പറയാം. ഫെഡറൽ ഡിക്രി ലോ, അതാണ് UAE-യുടെ മൊത്തത്തിൽ നടക്കുന്ന നിയമം. ഇപ്പൊ കസ്റ്റംസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്, ഡിപ്പാർട്ട്മെന്റ് കസ്റ്റംസ്, അത് ഫെഡറൽ ഡിക്രി ലോന്റെ ഉള്ളിലാണ്. വൺസ് ഒരാൾ UAE-ലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫെഡറൽ ഡിക്രി ലോയിന്റെ ഉള്ളിലാണ് വരിക. എന്നാൽ പോലീസ്, ദുബായ് പോലീസ് വേറെ ഉണ്ട്, അബുദാബി പോലീസ് വേറെ ഉണ്ട്, ഷാർജ പോലീസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതിനൊക്കെ നിയമവശങ്ങളും പറയുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇന്ത്യ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സെർച്ച് ചെയ്യാൻ സുഖമല്ലേ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ ഫിറോസ്ക? ഒരു ചെറിയൊരു ഇന്ത്യ കിട്ടിയ ബാക്കി നിങ്ങൾക്ക് തപ്പാലോ, അതാണെന്നത് കാലം അതാണല്ലോ. അപ്പോൾ അബുദാബി പോലീസ്, അബുദാബി പോലീസ് അബുദാബിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നോക്കും. അബുദാബിന്റെ ഹെൽത്ത് വേറെയാണ്, ദുബായിന്റെ ഹെൽത്ത് വേറെയാണ്, ഷാർജ, എല്ലായിടത്തിന്റെയും ഹെൽത്ത് വേറെയാണ്. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും. എന്നാലും മൊത്തത്തിലുള്ള ഒരു ഫെഡറൽ ഡിക്രി ലോയും ഉണ്ട്. മൊത്തത്തിലുള്ള ലോയാണ് നമ്മൾ ഫെഡറൽ ഡിക്രി ലോ എന്ന് പറയാം. ഡിക്രി, DECRE. ഓക്കെ, ഡിക്രി ലോ, ഫെഡറൽ ഡിക്രി ലോ. ആ ഫെഡറൽ ഡിക്രി ലോന്റെ ഉള്ളിലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ വാറ്റിൽ ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്ര മാത്രമാണ് പറഞ്ഞത്. ഇനി ടാക്സ് എന്താ നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താ നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ കോൺസെപ്റ്റിലും UAE-യുടെ കോൺസെപ്റ്റിലും പറഞ്ഞു. സ്റ്റേറ്റ് ലെവലിലുള്ള അതിനെന്താ പറയുന്നത്, ലോയ്ക്ക് എന്താ പറയുന്നത്? ക്ലിയർ ആയില്ല? സ്റ്റേറ്റ് ലെവലിലുള്ള ലോയ്ക്ക് എന്താ പറയുന്നത്? സെൻട്രൽ ലെവലിൽ ഓരോ സ്റ്റേറ്റിന്റെ ലോ ആയിട്ട് തന്നെ പറയാം. ഓരോ സ്റ്റേറ്റിനുള്ള ലോ തന്നെയാണ് പറയാം. ഉദാഹരണം അബുദാബിയുടെ ആ ഒരു സ്റ്റേറ്റ് ലോ തന്നെയാണ് പറയാം. ഓക്കെ, ഇനി വാറ്റിലേക്ക് കിടക്കാണ്. വാറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ്, നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് അതിനോട് കൂടെ ആഡ് ചെയ്യുന്ന ടാക്സ്, ഇതാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാം. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എവിടേക്കാണ് വാറ്റ് പിടിക്കുന്നത് അറിയോ? എവിടേക്കാണ് വാറ്റ് പിടിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞ, വാറ്റ് എവിടേക്കാണ് പിടിക്കുന്നത്? ടാക്സ് എവിടെ ചുമത്തുന്നത്? ഇന്ത്യയിൽ എവിടെ ചുമത്തുന്നത് പറഞ്ഞാൽ മതി, എന്നാൽ UAE-യിൽ കൂടി കവർ ചെയ്ത് പോവാം. ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടോ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഈവന്റുകൾ, ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടോ സർവീസുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഈവന്റുകൾ, മോണിറ്ററി ആയിട്ടുള്ള സംഭവത്തിൽ പൈസയുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഒരു കൺസിഡറേഷന്റെ മുകളിൽ, ഒരു കൺസിഡറേഷൻ മീൻസ് ഒന്നെങ്കിൽ ഇപ്പോ ഉദാഹരണം ഞാൻ എന്താ പറയുക, ഷാജിഖാന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെ, ഈ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, സാധനം ഇങ്ങോട്ടേക്ക് വരുന്നു, ഒരു കൺസിഡറേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ സാധനമായിരിക്കും കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും പകരത്തിന് പകരം എന്തോ അതിന്റെ വാല്യൂ ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ ഗുഡ്സുമായിട്ടോ സർവീസുമായിട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഈവന്റുകൾ വാറ്റിനകത്ത് നടക്കുന്നിടത്താണ് സപ്ലൈ ഉണ്ടാവുക, നടക്കുന്നിടത്താണ് വാറ്റ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയാം. സപ്ലൈ, വേർ ദർ ഈസ് സപ്ലൈ ദർ ഈസ് വാറ്റ്. GST-യിലും സിമിലർ അങ്ങനെ തന്നെയാണ്. ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടോ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം UAE-യിൽ നടക്കുമ്പോൾ അവിടെ ടാക്സ് ഉണ്ടാവും, ഇന്ത്യയിൽ നടക്കുമ്പോൾ GST ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ സാധനം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൊമേഴ്സ് വഴി സെയിൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു സർവീസ് കൊടുക്കുന്നതായിരിക്കാം. ഉദാഹരണം, ഞാൻ UAE-യിൽ നിന്നൊരു എഡ്യൂക്കേഷൻ, ഞാനിപ്പോൾ ഇവിടുന്ന് ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഞാൻ അവിടെ സർവീസ് കൊടുക്കുകയാണ്. ചിലപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് തരുന്നുണ്ടാവും, ചിലപ്പോൾ ഞാനൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ വാറ്റ് ഞാനായിരിക്കും അവിടുത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ കൺസൾട്ടിങ് സർവീസ്, നിങ്ങൾ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് ചെയ്തു തരുന്നു ഇല്ലേ? ഇപ്പൊ ഞാനിപ്പോൾ ദുബായിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, ഇപ്പൊ ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ ദുബായിൽ ഉണ്ടാവാറുണ്ട്, ഇപ്പൊ ഞാൻ ഇന്ത്യയിലാണ്. അപ്പം ഞാൻ ദുബായിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എന്നോട് സുഹൈൽക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ദുബായിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു കൺസൾട്ടിങ് കമ്പനി ആയിരിക്കും, അതായത് കമ്പനിയുടെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ, അതിന്റെ കാര്യങ്ങൾ, രജിസ്ട്രേഷൻ ഫയൽ, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാനൊരു സർവീസ് കൊടുക്കുന്നു. ആ സർവീസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ സർവീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു എമൗണ്ട് എനിക്ക് കിട്ടും. ആ എമൗണ്ടിന്റെ കൂടെ ഞാനൊരു എമൗണ്ടും കൂടി ടാക്സ് ആയിട്ട് വാങ്ങും. ഇതിനെയാണ് നമ്മൾ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പം സപ്ലൈ ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ വാറ്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. സപ്ലൈ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, വാറ്റ് അപ്ലിക്കബിൾ ആവില്ല. അപ്പം എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ്, അതിനൊന്ന് ഡിഫൈൻ ചെയ്യാമോ?
അപ്പൊ എന്താണ് ഗുഡ്സ് എന്ന് പറയാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ഗുഡ്സ് എന്നല്ല സപ്ലൈയെ കുറിച്ച് പറയാനുള്ളൂ. വാട്ട് ഈസ് ഗുഡ്സ്? ആർക്കെങ്കിലും പറയാൻ Goods are we can see because എന്തായിരുന്നു? service not seen. For Correct. sale Goods export. that are we can see that are we can see means goods. അങ്ങനെ പറയുമ്പോ അത് Sale purpose ടാഞ്ചിബിൾ അസെറ്റ് എന്നുള്ള കാറ്റഗറിയിലല്ലേ പോവാം. Yeah, sure. HLC Sale എന്ന് purpose പറയുമ്പോൾ വേണ്ടി വെച്ചേക്കുന്നത്. Tangible assets, intangible assets. അത് വേറെ കാറ്റഗറി അല്ലേ. അത് നമ്മൾ അക്കൗണ്ട്സിൽ Cash- പഠിക്കുമ്പോൾ cash ആയിട്ട് അസറ്റുമായി convert കണക്ട് ചെയ്തുള്ള കോൺസെപ്റ്റ് അല്ലേ? ഓക്കെ, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും ഗുഡ്സ് എന്ന് പറയാം. ക്യാഷ് ആയിട്ട് എനിത്തിങ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ അത് അസറ്റ് അല്ലേ? അത് സാധനങ്ങളും സേവനങ്ങളും അല്ലേ? ആ, എന്തായിരുന്നു? കറക്റ്റാ, പറഞ്ഞോളി. സാധനങ്ങളും സേവനങ്ങളും അത് അതിൽ ഗുഡ്സും സർവീസും പെട്ടില്ലേ? എന്താ ഗുഡ്സ് എന്നുള്ളത് മാത്രം കിട്ടിയാൽ മതി. physical property that can be supplied ആ, including real estate, water and all forms അടിപൊളി. of നിങ്ങൾ energy. എവിടെയോ ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ നിങ്ങൾ ഗൂഗിൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏതാ മുമ്പ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ GCC സെഷനിലെ സിമ്പിൾ, അത്ര സിമ്പിൾ. നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെ. ഫിസിക്കൽ പ്രോപ്പർട്ടി, നേരത്തെ പറഞ്ഞ ടാഞ്ചിബിളിന്റെ സ്വഭാവം ഉണ്ട് അതിന്. ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി എന്താണ് സപ്ലൈഡ് including real estate, water. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലെ കറക്റ്റ്, ഇന്ത്യയിലെ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ കാണുന്ന സാധനം ഇല്ലേ, ആ സാധനത്തിന്റെ സെയിലിനെയാണ് ഇന്ത്യയിൽ ഗുഡ്സ് എന്ന് പറയാം. അതായത് മാനുഫാക്ചറിങ് ബിസിനസ്സിലും ട്രേഡിംഗ് ബിസിനസ്സിലും നടക്കുന്ന സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് ഇന്ത്യയിൽ പറയാം. മാനുഫാക്ചറിംഗിൽ എന്താ നടക്കുന്നത്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നു. ഗുഡ്സുമായി ബന്ധപ്പെട്ട ഡീലിംഗ് ആണ്. ട്രേഡിംഗിൽ എന്താ ചെയ്യുന്നത്? കുറഞ്ഞ വിലക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങുന്നു, നമ്മളെ പോലെയുള്ള ആളുകളിലേക്ക് അത് സെയിൽ ചെയ്യുന്നു. ട്രേഡിങ്, ഇവിടെ രണ്ട് നടക്കുന്നതിന് ഇന്ത്യയിൽ ഗുഡ്സ് എന്ന് പറയും. എന്നാൽ UAE കോൺസെപ്റ്റിൽ അങ്ങനെയല്ല. UAE ആ ഒരു കോൺസെപ്റ്റ് പ്ലസ് എന്ത് വന്നിട്ടുണ്ട്? റിയൽ എസ്റ്റേറ്റ്, വാട്ടർ, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, പിന്നെന്തൊക്കെയാ ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു സ്ലൈഡ് ഉണ്ട്, ഒന്ന് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളാം. ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി സപ്ലൈഡ് ഇൻക്ലൂഡിങ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് അല്ല, ദുബായിലെ റിയൽ എസ്റ്റേറ്റ്. നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് അല്ല, ദുബായിലെ റിയൽ എസ്റ്റേറ്റ്. വാട്ടർ ആൻഡ് ഓൾ ഫോംസ് ഓഫ് എനർജി ഇൻക്ലൂഡിങ് ഇലക്ട്രിസിറ്റി, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം. ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം. ആൻഡ് ഒക്കെ കുറെ കൂടിയിട്ടുണ്ടോ, നിങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതിക്കോളി. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി സപ്ലൈഡ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. അതിൽ എന്ത് വരും? വാട്ടർ വരും. GSTയുടെ കണക്കിൽ വാട്ടർ എന്താ? കറണ്ട് എന്താ? ഇലക്ട്രിസിറ്റി എന്താ? ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ? പറഞ്ഞോളൂ. കറക്റ്റാ, സർവീസ് അല്ലേ? സർവീസ്. പെട്രോളിയം എന്താ? സർവീസ് ആണോ? ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സംഭവങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഈ ഒരു ഡെഫിനിഷൻ ഇതുപോലെ തന്നെ മനസ്സിലാക്കണേ. ഞാൻ വീഡിയോയിൽ വരാത്ത കുറച്ച് പുറത്താക്കട്ടോ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. നമുക്ക് എണ്ണം കൂടാതിരിക്കാനുള്ള ഒരു ഉപാധിക്കാണ്. ഓക്കെ, അപ്പം ഇതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. വേറെ ഒന്നിനും ഗുഡ്സ് എന്ന് പറയില്ല. ഇത് അവരുടെ എല്ലാത്തിലും ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി സപ്ലൈഡ് ഇൻക്ലൂഡിങ് റിയൽ എസ്റ്റേറ്റ്, വാട്ടർ ആൻഡ് ഓൾ ഫോംസ് ഓഫ്. ഇതിങ്ങനെ തന്നെ കൃത്യമായിട്ടും പറയുന്നത് ഇതൊക്കെ ഗുഡ്സ് ആയിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് സർവീസ്? സർവീസിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ആണ് എനിത്തിങ് വിച്ച് ഈസ് നോട്ട് ഗുഡ്സ് ട്രീറ്റഡ് ആസ് സർവീസ്. ഗുഡ്സ് അല്ലാത്ത ബാക്കിയൊക്കെ എന്താണ്? സർവീസ് ആണ്. ഗുഡ്സ് അല്ലാത്ത ബാക്കിയല്ലാത്ത എനിത്തിങ് വിച്ച് ഈസ് നോട്ട് ഗുഡ്സ് അല്ലാത്ത ബാക്കിയൊക്കെ എന്താണ്? സർവീസ് ആണ്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഗുഡ്സിനും സർവീസിനുള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി ഇതിന്റെ എന്തായിരുന്നു ഐറ്റം ഫോർ സെയിൽ ഗുഡ്സ് ആയിട്ട് നമുക്ക് പറയാമല്ലോ. ഏതാണ് ഐറ്റം ഫോർ സെയിൽ? നമ്മൾ ഈ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങുന്ന റിയൽ എസ്റ്റേറ്റ് ആണോ? അല്ല, നമ്മള് ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മള് മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് ഒക്കെ മാനുഫാക്ചർ, അതെല്ലാം ഗുഡ്സിനകത്ത് വരും. ഐറ്റം ഫോർ സെയിൽ
ആയിട്ടും അതൊക്കെ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അതായത് നോർമലി ഇന്ത്യയിലുള്ള ഗുഡ്സുകളെല്ലാം ആ ഒരു കാറ്റഗറി ഒക്കെ ഗുഡ്സ് തന്നെയാണ്. പ്ലസ് അതിന്റെ കൂടെ കുറച്ച് ഐറ്റം കൂടി സ്പെസിഫൈ ചെയ്ത് റിയൽ എസ്റ്റേറ്റ്, എനർജിയുടെ എല്ലാ ഫോംസുകളും ഇൻക്ലൂഡിങ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എല്ലാം അതിനകത്ത് സർവീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളത് സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ പറയാത്ത ബാക്കി എന്ത് സാധനം ഉണ്ടോ അതൊക്കെ സർവീസ് ആയിട്ടും ട്രീറ്റ് ചെയ്യും. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടോ സർവീസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? വാറ്റ് സംഭവിക്കും. ക്ലിയർ ആയില്ലേ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്ത് ചെയ്യും? 5% ടാക്സ് എന്ത് ചെയ്യും? അപ്ലിക്കബിൾ ആണ് എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? 5% ടാക്സ് അപ്ലിക്കബിൾ ആണ്. ഒരു ബേസ് കിട്ടിയോ? ഒരു ബേസ് കിട്ടിയോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരു ബേസ് കിട്ടി. ആരൊക്കെ കൈ വന്നിട്ടുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇതുവരെ ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്തേ. ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പറയണേ, അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം. മനസ്സിലാവാത്ത എന്തെങ്കിലും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിയട്ടെ. സാധാരണക്കാർ നോർമൽ ആളുകളുണ്ട്, എല്ലാവരും കൺസിഡർ ചെയ്തിട്ടാണ്. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് ഇടും. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. വീഡിയോയിൽ വരാത്ത ആളുകൾ ഒരിക്കലും നമ്മുടെ അടുത്ത സെഷനിൽ ഉണ്ടാവില്ല കേട്ടോ. അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഷന്റെ ഒരു 8:50, 9 മണിയാകുമ്പോഴത്തേനൊക്കെ പുറത്തു പോകും. റാഫി, ജാഫർഗ, മേരി ബ്രൈഡ്, സിനു, സിനാൻ, ശിവദാസൻ ഇവരൊക്കെ ഒന്ന് റെഡി ആയിക്കോളി. നിങ്ങൾക്കുള്ള ടിക്കറ്റ് റെഡിയാണ് ഏറെക്കുറെ. ഓക്കെ, യുവർ ടിക്കറ്റ് ഈസ് റെഡി. ഓക്കെ, പാസ്പോർട്ടൊക്കെ റെഡിയാണ്. ജസ്റ്റ് ഇവിടുന്ന് കയറ്റി അടിക്കാനല്ലേ, അടിച്ചു വിടാനുള്ള ടിക്കറ്റ് സ്റ്റാമ്പ് ചെയ്യാനുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ടായിക്കോണം. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ മുഴുവൻ ആളുകൾ അവസാന സെഷൻ വരെ ഒരിക്കലും ഉണ്ടായിക്കോണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെയായിട്ട് ഞാൻ നിയത്തേറ്റം വെച്ചിട്ടുമില്ല. ഒരാളെ ഞാൻ റിമൂവ് ചെയ്തു തൽക്കാലികം. ഒരാളെ 60 മുട്ടുണ്ട്, 60 മുട്ടുമ്പോഴേക്ക് ഒരാളെ പുറത്താക്കും. ഓക്കെ, 54 അല്ല, ഒരാളെ അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ എടുത്തെടുത്ത് മെല്ലെ മെല്ലെ ഇടും. 60 ആകുമ്പോൾ പറയണം, എന്നാൽ റിമൈൻഡ് ചെയ്താൽ മതി. അപ്പം വീഡിയോയിൽ വരാത്ത ഓരോരുത്തരെ ഇങ്ങനെ എടുത്തിടാം. അപ്പൊ മനസ്സിലായില്ല? അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി, ഇത് ഗുഡ്സുമായിട്ടോ സർവീസുമായിട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഈവന്റുകൾ നടക്കുമ്പോൾ അവിടെയൊക്കെ വാറ്റ് ഉണ്ടാവും. ആ വാറ്റ് UAE 5% ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ സൗദിയുടെ ടാക്സ് നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് ഏതെങ്കിലും സമയത്ത് പഠിക്കാം. ബഹ്റൈൻ്റെ നമുക്ക് മറ്റൊരു ദിവസം പഠിക്കാം. നമുക്ക് UAE മാത്രം ഒന്ന് കോൺസെപ്റ്റ്, അപ്പൊ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് കത്തില്ലേ? ഇനി ഇന്ത്യയിലുള്ള ഒരു സംഭവമുണ്ട്. ഇന്ത്യയിലൊരു സംഭവമുണ്ട്, ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം. കേട്ടില്ലേ? ഇൻപുട്ട് ടാക്സ്. എന്താ ഇൻപുട്ട് ടാക്സ്? വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ്? വെരി ഗുഡ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? ആരെയുള്ള? ഞാനൊക്കെ പറയുന്നില്ല, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പെട്ടെന്ന് തലേ കയറാൻ നല്ലത് എക്സാമ്പിൾ ആയിട്ട്. ഇൻപുട്ട് ടാക്സ്, വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ്? ഈ സംഭവം UAE മറ്റൊരു പേരിലാണ് അവിടെ പറയാം, റിക്കവറബിൾ ടാക്സ് എന്നാണ് അവിടെ പറയാം. സംഭവം ഇൻപുട്ട് ടാക്സ് തന്നെയാണ്. പർച്ചേസ്. ഒരാൾ പറഞ്ഞു സെയിൽസ് എന്ന്. സെയിൽസിന് ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയാം. സാധനം വാങ്ങിക്കുമ്പോൾ Purchase നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യുന്നുണ്ടാവുന്ന. ആ കറക്റ്റാ, പറഞ്ഞോളൂ മുഹമ്മദേ. സാധനം വാങ്ങിക്കുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇമ്പോസ് ചെയ്യാൻ ടാക്സ്. നോക്കണേ, ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇൻപുട്ട് ടാക്സ് നേരെ അപ്പുറത്തേക്ക് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ്. ഞാനിപ്പം ആരെടുന്ന ഏതെങ്കിലും ഒരാളെ പേര് ഇതിൽ ആരെങ്കിലുമൊക്കെ, റിയാസ് ഖാന്റെ കയ്യിൽ നിന്ന് എനിക്ക് TR നമ്പർ ഉണ്ട്, മീൻസ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് UAE എന്ന് വിചാരിച്ചോളൂ. TR എന്നാണ് പറയുക. ഇന്ത്യയിൽ GSTI എന്ന് പറയും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. UAE പോയി കഴിഞ്ഞാൽ TR നമ്പർ, ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. ഇന്ത്യയിൽ TR എന്ന് പറഞ്ഞാൽ ടെമ്പററി റെഫറൻസ് നമ്പർ എന്നാണ്. GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ പാർട്ട് A ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് TR. അത് ഇന്ത്യയിൽ അവിടെ ഫൈനൽ ആയി കിട്ടുന്ന നമ്പറാണ് TR. രണ്ടെണ്ണമായിട്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ TR എന്ന് പറയുമ്പോൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ഇതിൽ GST കൺസൾട്ടൻസ് ആരെങ്കിലും ഉണ്ടോ? TR കേട്ട ആൾക്കാർ? ഓക്കെ, ഇന്ത്യയിലെ TR ഏതാ? പാർട്ടി GST രജിസ്ട്രേഷന്റെ പാർട്ട് A ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി അല്ല, OTP കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പാർട്ട് B ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് TR അല്ലേ? എന്നാ സുമേഷ് രാജ് സാറേ അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളൊന്നും മിണ്ടാത്തെ? ഞാൻ GST കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തിരുത്തണം കേട്ടോ. GST കൺസൾട്ടന്റ് അല്ലേ? നിങ്ങൾ മിണ്ടാതിരിക്കില്ല കേട്ടോ, പുറത്തേക്ക് ഇറങ്ങി നിങ്ങളൊക്കെ. ഓക്കെ, ഞാൻ GST ആണ് ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ GST ആളുകൾ ഏറ്റവും കൂടുതൽ ഞാൻ ട്രെയിനിങ് എടുത്തൊരു മേഖല GST ആണ്. നിലവിൽ 5000-ലേറെ ആളുകളെ ഞാൻ ഇതേപോലെ GST എന്നുള്ള ടോപ്പിക്ക് മാത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ GSTയുടെ ബേസിക് മുതൽ അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി, ഓൺലൈനിൽ എല്ലാ മേഖലയിലും നോക്കിയാൽ മതി. 5000-ലേറെ സ്റ്റുഡൻസ് ഉണ്ട്. അത് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. ഇന്ന് കേരളത്തിൽ GST എടുക്കുന്ന പല ട്രെയിനേഴ്സും എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ ഏതൊക്കെയോ സെഷനിൽ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. നിലവിൽ ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഇതിൽ എൻ്റെ GSTന്റെ സെഷൻ എടുത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലുമൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവും, എല്ലാ രാജ്യത്തും ഉണ്ട്. മീൻസ് എല്ലാ സ്റ്റേറ്റിലും എനിക്കൊരു 200-300-ലേറെ ശിഷ്യന്മാരുണ്ടെന്ന് അർത്ഥം. ഭയങ്കര രസമായി ക്ലാസ് എടുക്കുന്നത്, ഭയങ്കര അനുഭവം. ഞാൻ ഇതേപോലെ ക്ലാസ് എടുക്കുള്ളൂ, മൈക്കൊന്നും ആരും മ്യൂട്ട് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ ഡൗട്ടുകളും സംസാരിച്ച് ഇങ്ങനെ അപ്പോഴേ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുള്ളൂ. മിക്കവാറും വെബിനാറുകളിൽ നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, മൊത്തത്തിൽ ഓഫ് ചെയ്തിട്ട് ആരും ചോദിക്കൂല, ചോദിച്ചു കഴിഞ്ഞാൽ അവനിട്ട് പുറത്താക്കുന്ന രീതി. എനിക്കത് ഒട്ടും രസമില്ലാത്ത പരിപാടിയാണ്. എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ രസകരമായിട്ട് പോകണം. എനിക്കിത് സംഭവത്തിൽ ഒരു രസമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ആ രസം കിട്ടണമെങ്കിൽ നിങ്ങൾ കൂടി സംസാരിക്കണം. അപ്പൊ പറഞ്ഞ ഇപ്പം എനിക്ക് തോന്നുന്നു UAE 8:55 സൗദിയിലെ മഗ്‌രിബിന്റെ ടൈമാണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പം സപ്ലൈയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഗുഡ്സുമായിട്ടോ സർവീസുമായി ബന്ധപ്പെട്ട സമയം. ഇനി ഇൻപുട്ട് ടാക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ വാറ്റിന്റെ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടക്കുന്ന ആ ഒരു ടാക്സ് എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയാം. അതായത് ഞാൻ സുമേഷ് ഏട്ടൻ്റെ കടയിൽ പോയിട്ട് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്യണം. 10,000 റുപ്പീസിൻ്റെ സാധനം പർച്ചേസ് ചെയ്തു. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 5% ടാക്സ് ഉണ്ട്. ഒരു 500 രൂപ, ഒരു മനസ്സിലാക്കാൻ വേണ്ടി 1000 രൂപ പിടിച്ചോളി. 10,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ്, ഒരു 1000 രൂപ ടാക്സ് ഉണ്ട് എന്നായിരിക്കും. ഞാൻ എൻ്റെ GST നമ്പർ ഉപയോഗിച്ചിട്ടാണ് സുമേഷ് ഏട്ടൻ്റെ കടയിൽ പോയിട്ട് ആ സാധനം പർച്ചേസ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ സുമേഷ് ഏട്ടന് എത്ര രൂപ കൊടുക്കണം? 10,000 പ്ലസ് 1000 രൂപ, 11,000 രൂപ കൊടുത്താലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് സുമേഷ് ഏട്ടന് എനിക്ക് തരിക. അപ്പൊ സുമേഷ് ഏട്ടൻ എന്താ ചെയ്യാം? ആ മാസം അവസാനം ആകുമ്പോൾ എന്ത് ചെയ്യും? സുമേഷ് ഏട്ടന്റെ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. പേ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിനോട് പറയും ഇന്ന ആളുടെ ടാക്സ് ആണ് എന്ന് പറയും. അതായത് എന്റെ ടാക്സ് ആണ് 1000 എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് GSTR 1 B2B സെയിൽസിൽ ഈ സംഭവം കാണിക്കും. ഈ സംഭവം കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ GST അക്കൗണ്ടിലെ 2Aയിൽ അത് റിഫ്ലക്ട് ചെയ്യും, 2Bയിലും അത് റിഫ്ലക്ട് ചെയ്യും. ആ എമൗണ്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എടുക്കാം എന്നർത്ഥം. 2 രീതിയിൽ എടുക്കാം. ഒന്ന് സെയിൽസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്തിക്കാം. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഞാൻ കൊടുത്ത എമൗണ്ട് എൻ്റെ എമൗണ്ട് തന്നെയാണെന്ന് അർത്ഥം, അത് എവിടെയും പോയിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എൻ്റെ പ്രൊഡക്റ്റിന് വില എത്ര? 10,000 രൂപ ഉള്ളൂ. ഞാൻ അടച്ച ടാക്സോ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവണമെങ്കിൽ എനിക്ക് GSTയിൽ ഒരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ടാണ് GST നമ്പർ. GSTയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല, നേരെ പോകും. അതായത് GSTയിൽ ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടോ, വാലറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും എടുക്കണ്ട. ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് അക്കൗണ്ട് മുഴുവനും, ടാക്സ് എമൗണ്ട് മുഴുവനും ആ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ആ വാലറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ആ വാലറ്റിൽ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ പർച്ചേസിന് ഉപയോഗിക്കാം. ഇനി വേണ്ട, ആ ആവശ്യം നമുക്ക് കീശയിലേക്ക് എടുക്കാനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഇൻപുട്ട് ക്രെഡിറ്റ് സെറ്റ് അല്ലേ? അപ്പൊ എല്ലാ പ്രൊഡക്റ്റും ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് പറ്റില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യാം? നമ്മൾ GST കൺസൾട്ടൻസ് ആയതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറോ, വീട്ടിലേക്ക് AC വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? കമ്പനിയുടെ GST നമ്പർ തരും. ഇല്ല സുമേഷ് ചേട്ടാ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നമുക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല ഇതില്. GST അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാവും. GST നമ്പർ എന്ന് പറഞ്ഞാൽ GSTന്റെ അക്കൗണ്ട്, GSTയുടെ ക്രെഡിറ്റ് ലെഡ്ജറിലാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കത്തില്ലേ? അതായത് നിങ്ങൾക്കും GSTന്റെ അക്കൗണ്ട് ഉണ്ടാവും. എങ്ങനെ അറിയാം? നിങ്ങൾ GSTയിൽ കയറിയിട്ട് നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സും പ്രൂഫും കാര്യങ്ങളൊക്കെ ഒരു GST എടുക്കുക. എന്നിട്ട് നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോഴൊക്കെ GSTന്റെ ബില്ല് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ആ ടാക്സ് എമൗണ്ട്, നിങ്ങൾ അടച്ച ടാക്സ് ഇല്ലേ, ആ ടാക്സ് എമൗണ്ട് മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞു നടക്കുന്നുണ്ടാവും. അതിങ്ങനെ ബാങ്കിലേക്ക് ഇങ്ങനെ എടുക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. പിന്നാലെ GST ഓഫീസർ വരും, കൊണ്ടുപോകും വണ്ടി കയറ്റി. അത് തിരിച്ചു തരാനാണെങ്കിൽ പിന്നെ എന്തിനാ അടയ്ക്കുന്നത്? വെരി ഗുഡ്, അത് പറയാം.
അത് നല്ല ചോദ്യം കേട്ടോ. തിരിച്ചു തരാനാണെങ്കിൽ പിന്നെ എന്ത് നടക്കുന്നു? ഇതിനേക്കാൾ രസകരമായിട്ട് റിവേഴ്സ് ചാർജിലാണ് പറയാം. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മൾ അങ്ങോട്ട് അടക്കും, ആ എമൗണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. പിന്നെ എന്തിനാണ് അടക്കണത് എന്നുള്ളൊരു ചോദ്യം വരും. റിവേഴ്സ് ചാർജിന്റെ കേസിൽ ഇതിലേറെ രസകരമാണ്. ന്യൂട്രൽ ടാക്സ് എന്നാണ് റിവേഴ്സ് ചാർജിന് പറയാം. നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ നേരത്തെ ചോദ്യമാണ് പ്രധാനപ്പെട്ടതാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിത്ഡ്രോ ചെയ്യാൻ പറ്റുമോ? ആ പറ്റും. അതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ ഒറ്റയടിക്ക് പറ്റുന്നുണ്ട് വേഗം പോയി നാളെ റീഫണ്ട് എടുത്താൽ കിട്ടുന്നല്ല, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഒറ്റയടിക്കുള്ള ചോദ്യത്തിന് യെസ് നോ എന്നുള്ള ചോദ്യം മാത്രമേ പറയുള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സെക്ഷൻസും സബ്സെക്ഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പബ്ലിക് ആയിട്ടുള്ള ഒരു സെമിനാറിൽ എടുക്കാൻ പറ്റുമോ വെച്ചാൽ എടുക്കാൻ പറ്റും. എങ്ങനെ എടുക്കാം? ഓ ഇത്ര കഷ്ടപ്പാടാണെങ്കിൽ എടുക്കേണ്ടില്ലേനി എന്ന് നിങ്ങൾ പിന്നീട് പറയും. പക്ഷെ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. ഓക്കെ. അപ്പൊ അതുപോലെ ഇപ്പൊ GST ഇപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെ GST ഓഫീസുകാർ പിടിക്കുക എന്ന് വിചാരിക്കും. അപ്പൊ ദേവൻ ചോദിക്കുന്നതാണ്, ഞാനിപ്പോ AC വാങ്ങിക്കഴിഞ്ഞാൽ എത്രങ്ങാനും കോടിക്കണക്കിന് ആളുകൾ GST എടുത്തിട്ടുണ്ട്, അതിലിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു AC വാങ്ങിയാൽ എങ്ങനെ ഇത് പറയാം? അപ്പൊ അത് അങ്ങനെ പിടിച്ചോളൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. എല്ലാവരും GST പിടിക്കൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഹെൽമെറ്റ് ഇടാത്ത ഒരുപാട് ആളുകൾ റോഡിലൂടെ ഇപ്പോഴും പോകുന്നുണ്ട്. എല്ലാവരും പിടിക്കണ്ടോ? എല്ലാവരും പിടിക്കണ്ടോ? പിടിച്ചാൽ എന്ത് കിട്ടും? പിടിച്ചാൽ ഫൈൻ കിട്ടും. പിടിച്ചില്ലെങ്കിലോ അങ്ങനെ പോവാം. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ പോകും. നിങ്ങൾ വലിയ വളന്മാരാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇതൊക്കെ ക്യാമറയിൽ അടിയുന്നുണ്ടാവും. ഒരു ദിവസം പിടിക്കുന്ന സമയത്ത് ആ പഴയ ഫൈനും പെനാൽറ്റി ഒക്കെ കയറി വരും. അന്ന് എല്ലാം പാടെ കൊടുത്തിട്ട് ഇറങ്ങാൻ കഴിയും. അതേപോലെ തന്നെയാണ് GST പിടിക്കുമ്പോൾ മൊത്തത്തിൽ അടിയോടെ മാന്തിയാണ് പിടിക്കുക. അപ്പൊ ഫൈനും വരും, പെനാൽറ്റി വരും, ഇൻട്രസ്റ്റ് വരും, എല്ലാം പാടെ കൂടിയിട്ട് ഒരു സംഖ്യയായിട്ട് വരും. അത് അത്യാവശ്യം കൊടുത്തിട്ട് ഒന്നെങ്കിൽ ബിസിനസ് പൂട്ടി പോവേ, അല്ലെങ്കിൽ അതോടുകൂടിയ പരിപാടി നിർത്തേ. ഇതെന്തായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുതലെടുത്തിട്ടാണെങ്കിലും ഗവൺമെന്റിന് അത് പിടിക്കാൻ വേണ്ടി പറ്റും. കാരണം ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അവകാശമാണ്, നമ്മളുടെ ബാധ്യതയുമാണ്. അവകാശങ്ങൾ എപ്പോഴും നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തുള്ളൂ? ഞാനിപ്പോ സ്ഥിരമായിട്ട് പോകുന്ന റോഡിൽ ഒരാൾ ആയിക്കൂടെ പോകാൻ പറ്റില്ല എന്ന് എന്ത് ചെയ്യും? അന്നാ ഒന്ന് കാണട്ടെ എന്ന് നമ്മളും പറയില്ലേ? ഇതേപോലെ ഇത് തന്നെയാണ് ഗവൺമെന്റ് നമ്മുടെ കയ്യിലുള്ള അസറ്റുകളൊക്കെ റിക്കവർ ചെയ്തിട്ട് എടുക്കാനുള്ള അധികാരം ഉണ്ട്. UAE ആണെങ്കിൽ ഒന്നും ട്രാവൽ ബാൻ അടക്കം വരും. ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതും കൂടി കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അപ്പം ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട്, ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറയാം. ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇൻപുട്ട് എടുക്കാൻ പാടില്ല. ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, എല്ലാം ഈ GST ബില്ല് എടുത്തിട്ട് വീട്ടിലേക്ക് എടുത്തോളിന്ന്. അങ്ങനെ എടുക്കാൻ പാടില്ല. ഗുഡ്സിനും ക്യാപിറ്റൽ ഗുഡ്സിനും മാത്രമേ നമ്മൾ ഇൻപുട്ട് എടുക്കാവൂ. അല്ലാത്ത ഇൻപുട്ടുകൾ നമ്മൾ എടുക്കരുത്. ക്ലിയർ ആയില്ലേ? നമ്മൾ കൊടുക്കുന്നതിനൊക്കെ ഇൻപുട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻപുട്ടും കൊടുക്കാൻ പാടില്ല. ഉദാഹരണം, ഞാനൊരു BMW ഒരു വലിയൊരു വണ്ടി വാങ്ങി, ഒരു 1 കോടി 2 കോടി റുപ്യക്ക് വണ്ടി വാങ്ങി, ഞാനൊരു കമ്പനി നടത്തുന്നത്, കമ്പനിന്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു 1 കോടി 2 കോടി റുപ്യന്റെ അടുത്ത് തന്നെ 14 ലക്ഷം റുപ്യ ഇൻപുട്ട് ടാക്സ് ഉണ്ടാവും, ടാക്സ് എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് മുഴുവൻ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കമ്പനിന്റെ ആവശ്യത്തിന് ആൾക്കാരും ചെയ്യുന്നുണ്ട് അങ്ങനെ. അല്ല, സേവ് ചെയ്യാൻ വേണ്ടിട്ടേ എത്രയും എമൗണ്ട് സേവ് ചെയ്യാലോ. സ്വന്തമായിട്ട് നല്ല നല്ല വണ്ടികൾ വാങ്ങുക, ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. കടയുടെ പേരില് GST നമ്പർ കൊടുക്കുക. കാര്യം GSTയില് ഇങ്ങനെയുള്ള വണ്ടികൾ, പക്ഷെ എടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. എടുക്കാൻ പറ്റുന്ന ഇപ്പൊ കമ്പനിക്കുള്ളിൽ ഓടുന്ന നായ്ക്കുറുക്കം പോലെയുള്ള ചെറിയ വണ്ടിയില്ലേ, ആ വണ്ടിയുടെ അതിന്റെ ആവശ്യം മഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ട് ഓടുന്ന വണ്ടിയുടെ ഇൻപുട്ട് വേണമെങ്കിൽ എടുക്കാം. എന്നാൽ ഈ ലക്ഷറി വാഹനങ്ങൾ മുതലാളിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പനിന്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ട് എടുക്കാൻ പാടില്ല. ഇൻപുട്ട് എടുത്താൽ ആ എമൗണ്ട് പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫൈൻ അടക്കമുള്ള ഒരു എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും. അപ്പൊ അത്ര അബദ്ധങ്ങളൊന്നും ആരും ചെയ്യരുത്. മിക്കവാറും നാട്ടിലെ ആളുകൾ ഇതൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചെയ്യും. അതായത് വീട്ടിലേക്ക് ഒരു AC വാങ്ങും, കൂട്ടത്തിൽ കമ്പനിക്ക് ഒരു AC വാങ്ങും, കൂട്ടത്തിൽ 2 AC ആയിരിക്കും, രണ്ടിനും ബില്ല് അടിക്കും. ഒന്ന് കമ്പനിക്ക് ഒന്ന് വീട്ടിലേക്കും ആയിരിക്കും. യഥാർത്ഥത്തിൽ അതിന്റെ ഒന്നിന്റെ ഇൻപുട്ട് എടുക്കാൻ പാടില്ല. ഇപ്പൊ കൺസൾട്ടന്റ് ആയത് നമുക്ക് ഇവര് അവിടെ ഉണ്ട് തന്നെ പറയുള്ളൂ. നമുക്കിപ്പോ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. നമ്മൾ നേരെ അടിച്ച് കയറ്റും. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് HSN കോഡിന്റെ ബേസിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ വെരി ഈസി GSTയിൽ. ഇതെന്തുകൊണ്ട് എങ്ങനെയാണ് GSTയിൽ ഇത് പിടിക്കണത് എന്നുള്ളത് HSN കോഡിനെ ട്രാക്ക് ചെയ്തിട്ടാണ്. എന്തോ ആര് ചോദിച്ചല്ലോ? ഓപ്പോസിറ്റ് പറഞ്ഞോളൂ പെട്ടെന്ന്. അതിപ്പോ നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു ഫേം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് സാർ ഉദ്ദേശിച്ചത്, ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യും, അതിന്റെ പേരിൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും. അതിപ്പോ ഒരു പെയിന്റ്, ഇപ്പൊ ഒരു ബിൽഡിംഗ് ആയിട്ട് അതിനൊരു പെയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഷീറ്റ്, ഇതൊക്കെ വാങ്ങുന്ന ഈ മെറ്റീരിയൽസിനെല്ലാം നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? ഇൻപുട്ട് എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. 2-3 കേസുകളുണ്ട്. ഒന്ന് ഇനീഷ്യൽ ലെവലുള്ള സാധനങ്ങൾക്ക് എടുക്കാം.
രണ്ടാമത് അതിന്റെ മുകളിൽ എടുക്കുന്ന വർക്കുകൾക്ക് ചിലതിൽ എടുക്കാം, ചിലത് എടുക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണം ഇലക്ട്രിക്കൽ വർക്കിന്റെ കേസിലാണെങ്കിൽ ചില കേസുകൾ എടുക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് പിന്നീട് സമയം ഡിസ്കസ് ചെയ്യാം. ഇൻപുട്ട് ടാക്സിന്റെ കേസ് എന്താ വെച്ചാൽ അത് ഇനീഷ്യൽ ലെവലുള്ള സാധനങ്ങൾ എടുക്കാന്ന് ഇപ്പം മനസ്സിലാക്കിക്കോളി. അത് കഴിഞ്ഞതിന് ശേഷം റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് കാറ്റഗറിയിൽ വരുന്ന ചിലതിനെടുക്കാം, ചിലതിനെടുക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. സെക്ഷൻ ബേസിൽ പറയാം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസിന് എല്ലാത്തിനും എടുക്കാം. അതായത് ആദ്യത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അതിനകത്ത് വരുന്ന അതിന്റെ ചെലവുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത് വരുന്ന കേസുകളിൽ ചിലതിനെടുക്കാം, ചിലതിനെടുക്കാൻ പാടില്ല. അത് അങ്ങനെ തന്നെ കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യാനും നിർവാഹമുള്ളൂ. അത് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം. അത് കത്തിയില്ലേ? യു എയിലും അങ്ങനെ തന്നെയാണ്. വാറ്റിലും GST-യിലും ഏറെക്കുറെ സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ ഇതിന് റെക്കവറബിൾ ടാക്സ് എന്നാണ് പറയുന്നത്. റെക്കവർ മീൻസ് റെക്കവർ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മനസ്സിലാവാത്തൊരു കേസുള്ളൂ. അവിടെ പറഞ്ഞ റെക്കവറബിൾ ടാക്സ് എന്നാ പറയാം. നമുക്കത് തിരിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. റെക്കവറബിൾ ടാക്സ്, ക്ലിയർ ആയില്ലേ? റെക്കവറബിൾ ടാക്സ് എന്നാണ് പറയാം. അത് നമുക്ക് തിരിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാ സംഭവങ്ങളും അങ്ങനെ യു എയിൽ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ GST-യിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ലേ, അതായത് ഇൻപുട്ട് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അവിടെ യു എയിൽ അതിനെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നാണ് പറയാം. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്, തിരിച്ചെടുക്കാൻ പറ്റാത്തതിനെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഏതൊക്കെയാണ്? എന്റർടൈൻമെന്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ പല കാര്യങ്ങളിലും നമുക്ക് എടുക്കാൻ പറ്റാത്ത കുറച്ച് കേസുകളുണ്ട്. ഇത് കത്തില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ എത്തില്ലേ? സപ്ലൈ എന്താണ്, ഇൻപുട്ട് എന്താണ്, സംഭവങ്ങൾ കത്തില്ലേ? ഇനി യു എയിലെ വാറ്റിന്റെ ടാക്സിന്റെ ഒരു പേഴ്സൻറ്റേജുകൾ നമുക്ക് പറയാം. ടാക്സിന്റെ പേഴ്സൻറ്റേജ്. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സപ്ലൈകൾ വാറ്റിനകത്ത് സംഭവിക്കും. ഒന്ന് ടാക്സബിൾ സപ്ലൈ, മറ്റൊന്ന് എക്സംപ്റ്റഡ് സപ്ലൈ. ടാക്സബിൾ സപ്ലൈ, മറ്റൊന്ന് എക്സംപ്റ്റഡ് സപ്ലൈ. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗുഡ്സ്, സർവീസ്. ഇനി ചില സാധനങ്ങളെ വാറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയാം. വാറ്റിൽ നിന്ന് പുറത്താക്കി. ഞാൻ ഇപ്പോൾ ഒരുപാട് സ്ലൈഡ് കട്ട് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ, കാരണം സമയത്തിന്റെ ഒരു പരിധി. നമുക്ക് 2 മണിക്കൂറിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഏറെക്കുറെ ഈ സൈഡിനകത്ത്, ഈ സ്ലൈഡിൽ തന്നെ ഏറെക്കുറെ 600-ഓളം സ്ലൈഡുകളുണ്ട്. ഞാൻ അതിനകത്തുള്ള ഒരുപാട് സ്ലൈഡുകൾ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, കാരണം സമയത്തിന്റെ ഒരു ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പരമാവധി എന്നെ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് പൂർണ്ണമായിട്ട് പറഞ്ഞു പോകുന്നത്. അൻസിൽ നല്ല അടിപൊളി വരയാണ്, ഇതിനകത്ത് ഒരു വര വരച്ചു പോയില്ലേ? ഓക്കെ, നൈസ്. ഓക്കെ, അപ്പൊ ടാക്സബിൾ സപ്ലൈയും എക്സംപ്റ്റഡ് സപ്ലൈയും. ടാക്സബിൾ സപ്ലൈ 2 രീതിയിലുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ് 5%, മറ്റൊന്ന് 0 റേറ്റ്. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ് 5%, മറ്റൊന്ന് 0 റേറ്റ്. ഇത് രണ്ടും ടാക്സബിൾ സപ്ലൈ ആണ്. മറ്റൊന്ന് എക്സംപ്റ്റഡ് സപ്ലൈ. ഇനി എന്താണ് ടാക്സബിൾ സപ്ലൈ എന്താന്ന് നോക്കാം. ടാക്സബിൾ സപ്ലൈയിൽ പ്രധാനപ്പെട്ടതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ 5%. അപ്പൊ യു എയിലെ സാധാരണ രീതിയിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാത്ത, ഗവൺമെന്റ് സ്പെസിഫിക്കലി പറയാത്ത ബാക്കി എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പൊ ഈ 5%-ന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് ഫുള്ളി റെക്കവറബിൾ ആണ്. ഈ ഇൻപുട്ട് ടാക്സ് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് തന്നെ എടുക്കാം എന്നാണ് പറഞ്ഞത്. ഈ ഇന്ത്യയിലെ ഇൻപുട്ട് ടാക്സ് പോലെ തന്നെ അടച്ച ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടും. അടച്ച ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് റേറ്റ് 5% എന്ന് പറയാം. ഇനി ടാക്സബിൾ സപ്ലൈ തന്നെ 0 റേറ്റഡ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അതായത് അതിന് 0% ആയിരിക്കും. അത് ടാക്സബിൾ തന്നെയാണ്, പക്ഷെ 0% ആണ്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ടാക്സബിൾ എന്ന് പറഞ്ഞാൽ 0% പറഞ്ഞത്, ഇതിലെ ഈ ഇൻപുട്ട് റെക്കവറബിൾ ആണ്. ഈ ഇൻപുട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ അടക്കാത്ത സാധനത്തിന്റെ എങ്ങനെയാ തിരിച്ചെടുക്കാം? അങ്ങനെ ഒരു ചോദ്യമല്ലേ? മനുഷ്യന്മാരെ 2 സാധനമേ ഉള്ളൂ. ഒന്ന് ടാക്സബിളും മറ്റൊന്ന് എക്സംപ്റ്റഡും. എക്സംപ്റ്റഡ് ആണ് കംപ്ലീറ്റ്ലി വാറ്റ് എന്ന സംവിധാനത്തിന്റെ പുറത്ത്. ടാക്സബിൾ എന്ന് പറഞ്ഞാൽ 2 ടാക്സ് യു എയിലുള്ളൂ. ഒന്ന് 0, മറ്റൊന്ന് 5. 5-ൽ അടച്ച സാധനം നമുക്ക് തിരിച്ചെടുക്കാം. ആ 5 ഏതൊക്കെയാ? എല്ലാ ഗുഡ്സും, നോർമലി ഒട്ടുമിക്കുള്ള ഗുഡ്സും സർവീസ്. ഗുഡ്സ് എന്താ നമ്മൾ പറഞ്ഞു, സർവീസ് എന്താണെന്ന് പറഞ്ഞു. ഇതിലൊക്കെ 5 ആണ്. ഹലോ, ഇതിലൊക്കെ 5 ആണ്. ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തുള്ള ചില സാധനങ്ങൾ, അതിനാണ് നമ്മൾ 0%-ലേക്ക് വരുന്നത്.
അതിലെ ഈ 2 ടാക്സിലെയും എമൗണ്ട് നമുക്ക് റെക്കവറബിൾ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടക്കാത്ത സാധനത്തിന് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചിന്ത തോന്നിയോ? ഹലോ, ഇവിടെ RCM ആണോ? RCM നമ്മൾ വേറെ പറയാം. RCM അല്ല. നിങ്ങൾ ഇവിടെ ഇല്ലേ എല്ലാരും? പുറത്താക്കണോ ഇനി? ഹലോ, പുറത്താക്കില്ല കുറച്ച് ആൾക്കാരാട്ടോ. ഈ കാണുന്ന ലാസ്റ്റ് ബെഞ്ചിലെ ആളുകൾ അബ്ദുറഹ്മാൻ, മുഹമ്മദ് ഇക്ബാൽ, റിസീവർ തന്നെ ബില്ല് തയ്യാറാക്കി ഷഫീഖ്, പിന്നെ ശ്രീരാഗ്, അൻസാരി, അൻസിൽ, ഐഫോൺ, ഹഫീസ്, ഷഫീഖ്, മുർഷിദ്, ഇവരൊക്കെ പുറത്താകാനുള്ള ആളുകളാണ്. പേര് വിളിക്കുന്നത് ശ്രദ്ധിച്ചോളി. ഒരു കാരണവശാലും നിങ്ങളോട് ക്ഷമ കാണിക്കത്തില്ല. ഇനി പറഞ്ഞോളേ. 2 ആൾക്കാർ റിമൂവ് റിസീവർ ബില്ല് തയ്യാറാക്കി അടച്ചു കഴിഞ്ഞാൽ അത് ബില്ലില്ലാത്ത ആൾക്കാരിൽ നിന്ന് ബില്ല് സ്വന്തമായിട്ട് റിസീവർ തന്നെ വാങ്ങിക്കുന്ന ആൾ തന്നെ ബില്ല് തയ്യാറാക്കി അടയ്ക്കില്ല. വാങ്ങിക്കുന്ന ആളെ ഇപ്പം വാറ്റ് ഇല്ലാത്തവരടുത്ത് പോയിട്ട് GST ഇല്ലാത്തവരടുത്ത് പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് GST ബില്ല് അദ്ദേഹം തന്നെ തയ്യാറാക്കി അത് ക്ലെയിം ചെയ്തൂടെ? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന് സെൽഫ് ബില്ലിംഗ് സംവിധാനം, സെൽഫ് ഇൻവോയ്സ് സംവിധാനം അതല്ല. സീറോ റേറ്റഡ് സപ്ലൈ പറഞ്ഞില്ലേ, അടയ്ക്കാത്ത ബില്ലിന് ക്ലെയിം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? അടക്കാത്ത ബില്ലിന് സ്റ്റാൻഡേർഡ് റേറ്റും ഓക്കെ എങ്ങനെ ക്ലെയിം ചെയ്യുന്നു? നമ്മൾ നേരത്തെ ആ ഒരു ചിന്തയാണ് എല്ലാവർക്കും വരും. ഒറ്റയടിക്ക് അടക്കാത്ത സാധനത്തിന് എന്ത് ടാക്സ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് നമുക്ക് മിക്കവാറും ചിന്ത വരിക. ഈ സീറോ റേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത എക്സ്പോർട്ട് 0% ആണ്, 0 റേറ്റഡ് ആണ് നടത്തുക. എക്സ്പോർട്ടിങ് 0 റേറ്റഡ് ആണ്. ഉദാഹരണം, ഞാൻ എൻ്റെ ഈ ഒരു ഹാർഡ് ഡിസ്ക്, ഓക്കെ, ഇത് എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്ക് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയതാണ് വിചാരിക്കും. ദുബായിൽ നിന്ന് തന്നെയാണ് വാങ്ങിയട്ടാ, ശരിക്കും ദുബായിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, കറക്റ്റ് കയ്യിൽ പിടിച്ച സാധനം, കിട്ടിയ സാധനം ദുബായിൽ നിന്ന് വാങ്ങിയ സാധനം തന്നെ. അപ്പോൾ ഈ ഒരു സാധനം ഹാർഡ് ഡിസ്ക് ദുബായിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു. ഇതിന് 5% ആണ് നോർമൽ റേറ്റ്. ഇതിന് ദുബായിൽ 5% ആണ് റേറ്റ്. ഞാനിത് 5%-ന് ദുബായിൽ നിന്ന് വാങ്ങി. അതായത് 5%-ന്റെ ടാക്സ് എമൗണ്ട് ഞാൻ ഇതിന് കൊടുത്തു. 5% ടാക്സ് കൊടുത്തു. ഇനി ഈ സാധനം എൻ്റെ നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. എക്സ്പോർട്ടിങ്ങിന് എന്തില്ല? ടാക്സ് ഇല്ല. എക്സ്പോർട്ടിന് 0 റേറ്റഡ് ആണ്. ഇതേ പ്രൊഡക്റ്റ് ഞാൻ ടാക്സബിൾ, അതായത് 5% ഉള്ള പ്രൊഡക്റ്റ് ഞാൻ UAE-യുടെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത്, 2 തരത്തിൽ എക്സ്പോർട്ട് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ഉണ്ട്. ഈ UAE-യിലെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഇങ്ങനത്തെ ചെറിയ കൺഫ്യൂസ്ഡ് ഉള്ളൂ കേട്ടോ. ഡയറക്റ്റ് എക്സ്പോർട്ട്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഇന്ത്യയിലേക്ക് ഞാൻ സാധനം കൊണ്ടുവരുന്നു. ഓക്കെ, ഞാൻ അപ്പം മനസ്സിലായില്ലേ? ഒന്നുകൂടി ചിന്തിച്ചോളേ. ഒരു എക്സാമ്പിൾ ആക്കി പറയാം. ഈ സാംസങ് SM-A156, നിങ്ങളുടെ പേരെന്താ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ്. നിങ്ങളുടെ പേരെന്താ? സാംസങ് എന്ന പേരുള്ള. ഹലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊക്കെ. നിങ്ങളുടെ പേരെന്താ? ഷാനവാസോ? അതെ, ഷാനവാസ്. നിങ്ങൾ സാംസങ് എന്നാണ് പേരൊന്ന് മാറ്റട്ടെ. നമുക്കിങ്ങനെ ഫ്രണ്ട് ലൈനിലെ ആളുകൾ പേര് വിളിക്കാൻ രസം. ഓക്കെ, അങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ചിന്തിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഹനാൻ, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ 0 റേറ്റ് എന്ന് പറയുമ്പോൾ ടാക്സ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് എന്നുള്ള കാറ്റഗറി ആയിരിക്കും നമ്മൾ ചിന്തിക്കാം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇപ്പം ഷാനവാസ്ക ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ശരിക്കും ശ്രദ്ധിച്ചോളെ, ഷാനവാസ്ക ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. സുമേഷ് ഏട്ടനും ദുബായിൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുബായിലുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ദുബായിലുള്ള ആളായിരിക്കാം. ഷാനവാസ്ക ഒരു ഹോൾസെയിലറാണ്. നിങ്ങൾ ദുബായിൽ തന്നെയോ? ആയിക്കോട്ടെ, എല്ലാരും ഒക്കുന്നുണ്ടല്ലോ, പറയുന്നല്ലോ, ഇതെല്ലാം ദുബായ് ആണല്ലോ. 2 കൊല്ലമായിട്ട് നാട്ടിലാ? കൊറോണക്ക് വിട്ടതാ? അല്ലല്ല, ലീവിന് പോന്നാ? പിന്നെ പോയില്ല? നാട്ടിലെ തുടങ്ങാലോ വെച്ചിട്ട് ഇങ്ങനെ. നാട്ടിലെന്താ ഫാദറിനൊക്കെ വയ്യാണ്ടൊക്കെ. വെരി ഗുഡ്, നൈസ്. മതി, നാട്ടിൽ മതി, ഇവിടെ തന്നെ ജീവിച്ചു പോയാൽ മതി. എന്തിനു വെറുതെ? എളുപ്പല്ല, വലിയ മോശമാണ്. മോശമെന്നാ? എന്ത് മോശം? നിങ്ങള് ഇവിടെ തന്നെ വർക്ക് നടക്കത്തില്ല? അത്യാവശ്യം വർക്ക് ഉണ്ടാവില്ലേ? നിങ്ങൾ ദുബായിലെ വർക്ക് ഇവിടുന്ന് പിടിക്കുന്ന എന്തിനു വെറുതെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ മണലിൽ പോണം?
അപ്പൊ പറയും വർക്ക് കിട്ടില്ല. വർക്ക് കിട്ടില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പഴയ മാർക്കറ്റിംഗ് രീതികളൊക്കെ മാറി. പഴയ മാർക്കറ്റിംഗ് രീതിയിൽ പുതിയ മാർക്കറ്റിംഗ് രീതി അപ്രോച്ച് ചെയ്ത് നോക്കി നിങ്ങള്. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ് ഒരു മോട്ടിവേഷൻ വരുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ, ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കൂലേ, മാർക്കറ്റിംഗ് രീതികൾ ഡിഫറെന്റ് ആവും. ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതിലെ ഒരു 30-40% ആളുകളുടെ മനസ്സിലുണ്ടാവും, ഇയാൾക്ക് ഇതൊക്കെ അറിയാലോ, ഇയാളുടെ അടുത്ത് ഇതിന്റെ ഫുള്ള് കോഴ്സ് ഉണ്ടാവുമല്ലോ, ഇയാളുടെ അടുത്ത് പോയി പഠിച്ചാലോ എന്ന് തോന്നില്ലേ? എത്ര ആൾക്കാർക്ക് തോന്നുന്നുണ്ട്? ഇത് തന്നെയാണ് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? എത്ര ആൾക്കാർക്ക് അങ്ങനെ തോന്നി? എത്ര ആളുകൾക്ക് ഇയാൾക്ക് കുറെ കാര്യങ്ങൾ അറിയാലോ, ഇയാളുടെ അടുത്ത് വാറ്റ് പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധ്യത കയറാൻ ചാൻസ് ഉണ്ട് തോന്നി? എത്ര ആളുകളുണ്ട്? ഇതേപോലെ GST ഇതേപോലെ ക്ലാസ് ഒക്കെ പഠിച്ചു എത്ര ആൾക്കാർ തോന്നി? ആരും പർച്ചേസ് ചെയ്യുന്നു വേണ്ട ചോദിച്ചാ എത്ര ആൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു? ഒന്ന് ചാറ്റ് ബോക്സിൽ നിന്ന് ഇടാവോ? എത്ര ആളുകൾക്ക് ഈ വാറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ കൊള്ളാമെന്ന് ചാറ്റ് ബോക്സിൽ നോക്കും. ദിസ് ഇസ് സിമ്പിൾ മാർക്കറ്റിംഗ്. ഇതേപോലെ സുമേഷ് കാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കി. പണികൾ എന്തൊക്കെയുണ്ട് നാട്ടിൽ തന്നെ, പൈസ ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടാ? ഇന്നത്തെ കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ആൾക്കാർ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടെത്തിയ കാലഘട്ടമാണ് ഇത്. ഈ കാലഘട്ടത്തിൽ പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് പൈസ ഉണ്ടാക്കുക നമ്മള്? എല്ലാരോടും ഈ ക്ലാസ്സിൽ എല്ലാ ആൾക്കാരോടും കൂടി പറഞ്ഞിട്ടാ, ഈ വാറ്റിന്റെ അപ്പുറത്തേക്ക് പറയാം, കേരള മാർക്കറ്റിൽ നിന്ന് 1 ലക്ഷം 2 ലക്ഷം രൂപ മാസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിക്കുവാന്നല്ലേ. കേരള മാർക്കറ്റ് വെണ്ണൂറ് വരെ വിറ്റ പൈസ കിട്ടുന്ന കാലം അത്. വെണ്ണൂറ് തന്നെ അടുപ്പിലുണ്ടാകുന്ന ചാരം വിറ്റ പൈസ. ഞാൻ പറയുന്ന സാധനം തപ്പാണെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയി സെർച്ച് ചെയ്യും. വെണ്ണൂറ് വിറ്റിട്ടുണ്ട്, ചിരട്ട വിൽക്കുന്നുണ്ട്. ആ റോട്ടുമേലൊക്കെ പോയി വരുന്ന, ഇനി ഒന്നും വേണ്ട, തൊട്ടടുത്തുള്ള വീടിന്റെ അടുത്തുള്ള ചുമരിലെ മണ്ണ് പോയി ഇടിച്ചിട്ട് പാക്ക് ചെയ്ത് വെക്കി. കേരളത്തിൽ അപൂർവമായി കിട്ടുന്ന മണ്ണ്, അതിന് വിറ്റ പൈസ കിട്ടും. അതാണ് കാലഘട്ടം. കൃഷി ഉണ്ടാക്കാൻ ഉണക്കച്ചാണകോ ആട്ടുംകാട്ടോ എന്താ വെച്ച വിറ്റോളി, പാക്കറ്റ് ആക്കിയാൽ എന്തിനും വിലയാണ്. ഞാൻ പറഞ്ഞത് അത്രയും നല്ല കാലഘട്ടം. നിങ്ങൾക്ക് ഇപ്പൊ ഭക്ഷണം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത വീട്ടിൽ ഭക്ഷണം എത്തൂലേ? എത്ര ഇടുങ്ങിയ അണ്ടകൂടാഹ ഏരിയയിലാണെങ്കിലും എത്തൂലേ? എന്ത് സംഭവം നോക്കിയാലും എത്തൂലേ? അപ്പൊ നമ്മൾ തന്നെ ഇന്റേണലി ഈ സംഭവങ്ങൾ ചിന്തിക്കണം. മനസ്സിനകത്ത് നമ്മളിങ്ങനെ കൊടുക്കുക. അപ്പൊ നമുക്ക് തന്നെ ഐഡിയ വരും. ഇവിടെ എല്ലാ കാലഘട്ടവും നമ്മൾ പുറത്തുപോയി പണിയെടുക്കണം, പുറത്തുപോയി വർക്ക് ചെയ്യണം എന്നൊന്നല്ല പറയണം. വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യുന്നതാണോ, ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് എപ്പോഴും തീവ്രമായിട്ട് ചിന്തിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിങ്ങളുടെ കാലം, എന്തും നമുക്ക് ഡിജിറ്റലി സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാലഘട്ടമാണ്. എന്തും വിൽക്കാം, എന്തും ഒന്നും സംഭവം ഒന്നുമില്ല, എന്തും വിൽക്കാം. അപ്പം ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം, നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വഴികൾ കാണാം, എല്ലാത്തിനും വഴികളുണ്ട്. എന്ത് പ്രൊഡക്റ്റ്, ഞാൻ എല്ലാ മാസവും ഓഫ്ലൈൻ ഇവന്റ് നടത്താറുണ്ട്. ഇതിന്റെ ഓഫ്ലൈൻ ഇവന്റ് ചില ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. കാലിക്കറ്റിൽ എല്ലാ മാസവും ഓഫ്ലൈൻ, അതായത് അവനവന്റെ മനസ്സിലുള്ള ആശയങ്ങളെയും അവനവന്റെ മനസ്സിലുള്ള ഐഡിയകളെയും ആശയങ്ങളെയും ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആക്കി എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പഠിക്കണോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ആശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഡിജിറ്റലൈസ് ചെയ്യും. എപ്പോഴും വീണ്ടും പറയാം, ഡിജിറ്റലൈസ് ചെയ്യും. പൈസ ഉണ്ടാക്കി വെറുതെ കടം പ്രയാസം പ്രാരാബ്ദം പറഞ്ഞ് നടക്കല്ലേ. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ. കടം ബാധ്യത ഇല്ലാത്ത ആരുള്ളത്? ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ. ഞാൻ കണ്ട ബാധ്യതകൾ ഈ ക്ലാസ്സിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ 1 കോടി 1.5 കോടിയൊക്കെ കടത്തിൽ ജീവിച്ച ആളായിരുന്നു. ഇറ്റ് വാസ് അന്ധകാലം. അത് ജാഹിലിയ കാലഘട്ടം എന്ന് പറയും നമ്മളൊക്കെ ഭാഷയിൽ. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ഇപ്പൊ. വീട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ബാങ്കുകാർ വന്നിട്ട്, ഞാനിപ്പോ അങ്ങനെയുള്ള തറവാട് വീട് എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ വീടിന്റെ 2ാം നിലയിൽ ഇരുന്നിട്ടാ. അപ്പൊ കാലങ്ങൾ വരും, സമയം മാറും, നമ്മുടെ സമയങ്ങൾ വരും. അപ്പൊ അതിന് ഇത്രയും നല്ല ഒരു സമയം എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതേപോലെ സമയം നിങ്ങൾക്ക് വരാനില്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്ത് കേൾക്കുന്നോണ്ട് പറയാം, ഏറ്റവും നല്ല സമയമാണ്, ഉപയോഗപ്പെടുത്തുക. എന്ത് സംഭവം ഉണ്ടെങ്കിലും ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു സംസാരിക്കാൻ കഴിവുണ്ടോ, യൂട്യൂബിനകത്ത് കയറി സംസാരിക്കും. എഴുതാനുള്ള കഴിവുണ്ടോ, ഒരു മാഗസിൻ ഇറക്കി. വേറെ എന്തെങ്കിലും കഴിവുണ്ടോ, അതിനനുസരിച്ച് ചെയ്യേ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ ഡിജിറ്റൽ കോച്ചിങ്ങിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അറിയോ നിങ്ങൾ? ഹാൻഡ് റൈറ്റിംഗ് ഓൺലൈനിൽ എൻ്റെ കമ്മ്യൂണിറ്റി ഞാൻ പഠിപ്പിച്ച ആള് 7 രാജ്യങ്ങളിലെ കുട്ടികളായാലും, ഈജിപ്റ്റ്, ഓസ്ട്രേലിയ, ജർമ്മനിയിലെ കുട്ടികൾ, അയാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം മറ്റേതെങ്കിലും സെഷനിൽ. ഹാൻഡ് റൈറ്റിംഗ് കഴിയായിട്ട് ഓൺലൈനിൽ പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഹാൻഡ് റൈറ്റിംഗ് ചിരി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ചിരിയുടെ ദിനമായിരുന്നു. ലാഫർ യോഗ ചെയ്യുന്നുണ്ട്. അതിനെന്തുമാണെന്നറിയോ? നമ്മളിങ്ങനെ ചിന്തിച്ചാൽ പോരാ, നമ്മുടെ ശീലങ്ങൾ മാറ്റിയെടുക്കണം. അല്ലെ കോമളവല്ലി മാഡം? നമ്മൾ സെഷൻ വന്നിട്ടില്ലേ കാലിക്കറ്റിൽ?
ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? അറ്റൻഡ് ഇല്ലേ? ഉണ്ട്. ഓക്കെ. അതേപോലെ ഇതേപോലെ അറ്റൻഡ് ചെയ്ത് ഓരോ സെഷനിൽ അവിടെ എന്ത് കിട്ടും, അവിടെ കിട്ടുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ശീലങ്ങൾ മാറ്റിയെടുക്കണം. നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും നടക്കൂല. ശീലങ്ങൾ മാറ്റിയെടുക്കണം. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് രാത്രി കുറച്ച് നേരത്തെ കടന്നുറങ്ങുന്ന ശീലം കൊണ്ടുവരണം. എത്ര മണിക്ക് എഴുന്നേൽക്കണം? എത്ര മണിക്ക് എഴുന്നേൽക്കണം? 4 മണി. 4. കോമൺവെൽത്ത് പാടാം. നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കും? നമ്മളെ കമ്മ്യൂണിറ്റി എത്ര മണിക്ക്? കോമൺവെൽത്ത് പാടാം നമ്മളെ കമ്മ്യൂണിറ്റിയുള്ള ആളാ. എത്ര മണിക്ക് എഴുന്നേൽക്കും നമ്മള്? 5 മണിക്ക്. എത്ര മണിക്ക് ക്ലാസ്? 4:50 നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. 30 ആളുണ്ടാവും രാവിലെ. വല്ല വട്ടു പിടിച്ചിട്ടാണോ? ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? എന്തിനാ? എഴുന്നേൽക്കാൻ ഒരു റീസൺ ഉണ്ടാവണോ? നിങ്ങൾ എന്തിനാ എഴുന്നേൽക്കുന്നത്? ഈ രാവിലെ ഈ കടക്കാര് ടെൻഷനുള്ള ആളുകൾ വിളിക്കുന്നതിന് മുമ്പ് പോസിറ്റീവ് മൈൻഡ് കയറ്റി ആദ്യം. എന്നാ പിന്നെ അങ്ങനെ പോയിക്കോളും. അല്ലെങ്കിൽ വീണ്ടും ഈ ടെൻഷനും പിടിച്ചിട്ട് ഈ അലാക്കിന്റെ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീരും. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാടോ, ഇങ്ങനെ എല്ലാവരും പ്രയാസത്തിലും ആർക്കും എല്ലാവരും വലിയ സാമ്പത്തികമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഒരു സമയം വരും. ആ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അപ്പൊ അതിന് നമ്മൾ കവർ ചെയ്യാനുള്ള വഴികൾ. കൊറോണയ്ക്ക് ശേഷം എല്ലാവരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ്, എല്ലാവരും സ്റ്റെക്കിലാണെന്നൊക്കെ അറിയാം. അപ്പൊ അതിനുള്ളൊരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ശീലങ്ങൾ മാറ്റി. രാവിലെ എഴുന്നേൽക്കാൻ 5 മണിക്ക് ആഗ്രഹമുള്ള ആളുകൾ എഴുന്നേൽക്കി. ഫ്രീ ആണ്. അവിടെ ഞാൻ 1 രൂപ പോലും ചാർജ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. ഈ നമ്മളെ വണ്ടിയുടെ ഒരു പ്രശ്നം സ്വിച്ച് ഓൺ സ്വിച്ച് മാത്രമേ ഉള്ളൂ, ഓഫ് സ്വിച്ച് ഇല്ല. അതിന് സൗകര്യമുള്ളവരെ വന്നാൽ മതി, വേറെ വരണ്ട. 365 ദിവസം രാവിലെ എഴുന്നേൽക്കാൻ സൗകര്യം ഉണ്ടോ വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആ നിലവിൽ പോയ അതേ കടത്തം നല്ല 2 കമ്പിളി പോത്ത് മണി മേടിച്ച് ഉറങ്ങിക്കോളെ. ഇറ്റ്സ് നോട്ട് ഫോർ യു. നിങ്ങൾക്കുള്ളതല്ല. മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 10 മണിക്ക് കിടക്കി, ഫോണങ്ങൾ എടുത്ത് ഒഴിവാക്കി 10 മണി കഴിഞ്ഞാൽ ഫാമിലിക്ക് സമയം കൊടുക്കുക, എല്ലാം കൊടുക്കുക. ഇതൊക്കെ നമ്മൾ വേണം. ഒക്കെ നേരത്തെ കഴിയണം. ബിസിനസ്സിൽ പൊട്ടുകയാണെങ്കിലും നേരത്തെ പൊട്ടണം. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. ബിസിനസ്സിൽ പൊട്ടുകയാണെങ്കിലും ഏർലി പൊട്ടുക. 22-ാം വയസ്സിൽ 23-ാം വയസ്സിലൊക്കെ 1 കോടി ഞാൻ കണ്ടത് കടം. നിങ്ങൾ അത് കണ്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 30 വയസ്സിന് താഴെയുള്ളൂ. എനിക്ക് ഇപ്പോഴും ഉണ്ട് 2 കുട്ടികൾ, 7 വയസ്സുള്ള മോനുണ്ട്, 4 വയസ്സുള്ള മകളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്. അടിപൊളിയായിട്ട് റാഹത്തിൽ ജീവിച്ചു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോഴും ഉണ്ട്. പക്ഷെ തീർക്കാനുള്ള ഒരു വഴി എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുമ്പിൽ വരും. അതിന് നിങ്ങൾ പരിശ്രമിക്കുക. മഞ്ജദ്ദ വജദ. പരിശ്രമിച്ചാൽ അവിടെ വിജയം ഉണ്ടാവും. ബാക്ക് ടു UAE. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. രാവിലത്തെ ക്ലാസ് എങ്ങനെയാണല്ലേ ലാസ്റ്റ് പറയാം. ഓക്കെ. അപ്പോഴേ UAE ഈ റെക്കവറബിൾ ടാക്സ് ഞാൻ പറഞ്ഞ 0 റേറ്റഡിന്റെ കേസാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഷാനവാസ്ക ദുബായിലെ ഒരു ഹോൾസെയിലറാണ്. റൈറ്റ്? ദുബായിലെ ഒരു ഹോൾസെയിലറാണ്. അങ്ങനെ നമ്മളെ സുമേഷ് ഏട്ടൻ അവിടുത്തെ ഒരു റീറ്റെയിലർ ആണെന്ന് വിചാരിച്ചോളൂ. സുമേഷിന്റെ അടുത്ത റീറ്റെയിലറാണ്. സുമേഷ് ഏട്ടൻ ഷാനവാസ്കയുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു 600 AED കൊടുത്തിട്ട് വാങ്ങിയെന്ന് വിചാരിക്കുക. 600 AED കൊടുത്തിട്ട് ഷാനവാസ്കയുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഉറപ്പാണ് ഇതിന് 5% ടാക്സ് ഉണ്ട്. സുമേഷ് ഏട്ടൻ എന്ത് ചെയ്യും? 5% ടാക്സ് ഇതിന് കൊടുക്കും. 5% ടാക്സ് ഇതിന് കൊടുക്കും. ഓക്കെ. സുമേഷ് ഏട്ടൻ ഇത് പിന്നീട് ചെയ്യുന്നത് ഇത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഞാൻ കേരളത്തിൽ കാലിക്കറ്റിലുണ്ട്. കാലിക്കറ്റിലേക്ക് സാധനം എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് ഇല്ല. 0 റേറ്റഡ് ആണ്, നിൽ റേറ്റഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ പ്രൊഡക്റ്റ് സുമേഷ് ഏട്ടൻ എന്ത് ചെയ്തു? എൻ്റെ നാട്ടിലേക്ക് അയച്ചു. ഇതിനെ നേരിട്ട് അയക്കുന്നതിനാണ് ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. അതായത് സുമേഷ് ഏട്ടൻ നേരിട്ട് എൻ്റെ നാട്ടിലേക്ക് എക്സ്പോർട്ട് ബില്ല് അടിച്ചിട്ട് നാട്ടിലേക്ക് അയച്ചു വിട്ടു. ഞാനത് എടുത്തു. അതിനാണ് ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. അപ്പൊ എന്ത് സംഭവിക്കും? സുമേഷ് ഏട്ടന് ഈ വില കിട്ടും. പക്ഷെ ഓൾറെഡി സുമേഷ് ഏട്ടൻ അടച്ച 5% ടാക്സ് ഇല്ലേ? ഹലോ, 5% ടാക്സ് ഇല്ലേ? ആ ടാക്സ് എന്ത് ചെയ്യാം? സുമേഷ് ഏട്ടൻ എടുക്കാം. എന്നാൽ സുമേഷ് ഏട്ടൻ സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇൻപുട്ട് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിനെയാണ് നിൽ റേറ്റഡ് എന്ന് പറയാം. ക്ലിയർ ആയില്ല? ഡയറക്റ്റ് എക്സ്പോർട്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ സുമേഷ് ഏട്ടന് എനിക്ക് കാലിക്കറ്റിലേക്ക് അയച്ചു തരുന്നു ഡയറക്റ്റ് എക്സ്പോർട്ട്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ പോകുന്നു, സുമേഷ് ഏട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങുന്നു, ഞാൻ എടുത്തിട്ട് നാട്ടിലേക്ക് വരുന്നു. ഇതിനാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. സത്യം. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ സുമേഷ് ഏട്ടൻ നാട്ടിലേക്ക് ഇത് അയച്ചു തരുന്നു, ഡയറക്റ്റ് എക്സ്പോർട്ട്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ പോകുന്നു, സുമേഷ് ഏട്ടന്റെ കയ്യിൽ നിന്ന് ഈ സാധനം പർച്ചേസ് ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. നാട്ടിൽ ഗോൾഡിന്റെ പരിപാടിയില്ലേ, ഗോൾഡ്, ഐഫോൺ പരിപാടികളൊക്കെ അല്ലേ, ഇതൊക്കെ എന്താണ്? എക്സ്പോർട്ടിംഗ് ആണ്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഡസന്റ് മാറ്റർ. അവരെ സംബന്ധിച്ച് ഒരു മാറ്ററേ അല്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ iPhone 15 Pro ആണെങ്കിൽ എത്ര പിടിക്കും? 40,000 പിടിക്കും അല്ലേ? ഗോൾഡ് ആണെങ്കിലോ?
ഗോൾഡ് ആണെങ്കിൽ അനുസരിച്ച് പിടിക്കും. അത് 2 രീതിയിലാണ് ഗോൾഡിന്റെ കേസ്. മെറ്റിഗേഷൻ ആണെങ്കിൽ കസ്റ്റംസും ക്ലിയറൻസും ഒക്കെ അടിച്ച് ഇങ്ങോട്ട് പോരാം. തിരികലാണെങ്കിൽ ആ സാധനം കിട്ടൂല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ അതിനെ വായിച്ചോളി. മെറ്റിഗേഷൻ ആണെങ്കിൽ കസ്റ്റംസും ക്ലിയറൻസിലെ കസ്റ്റംസിനെ ബാധിക്കും. മറ്റുള്ള രീതിയാണെങ്കിൽ നിങ്ങളത് ബാധിക്കില്ല. ആ സാധനം പോകുന്നർത്ഥം. ടാക്സ് അടക്കേണ്ടി വരും, ഫൈനും പെനാൽറ്റി അടയ്ക്കാനും. മേ ബി ഇന്ത്യയിലെ പാസ്പോർട്ടിന്റെ ആ സാധനം അവിടെ വരെ ഇടാനും ചാൻസ് ഉണ്ട്. പിന്നീട് നിങ്ങൾ എപ്പം ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഫുള്ള് തപ്പും. അണ്ടർവെയർ വരെ തപ്പിയിട്ടേ വിടുള്ളൂ ആ ഒരു ലിസ്റ്റിൽ വീണാല്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഡയറക്റ്റ് എക്സ്പോർട്ട് ഉണ്ടായി. ഇതാണ് നിൽ റേറ്റ്. അപ്പൊ ദുബായിലെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5% ആണ്. അതുകൂടാതെ ഗവൺമെന്റ് സ്പെസിഫിക്കലി കുറച്ച് നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനത്തിന് എന്താണ്? 0 റേറ്റഡ് ആണ്. പക്ഷെ അതിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട് 100% നമുക്ക് എന്താണ്? ആ ഒരു എമൗണ്ട് റെക്കവറബിൾ ആണ് എന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അതിൽ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അത്ര ഉള്ളിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഇത് 0 റേറ്റഡ് ആണ്. ഗുഡ്സിന്റെയും സർവീസിന്റെയും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പോർട്ടിങ്. ഗുഡ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു. സർവീസിന്റെ എക്സ്പോർട്ട് എന്തായിരിക്കും? സർവീസിന് ഇപ്പൊ ഷാനവാസ്ക ദുബായിൽ ഒരു കൺസൾട്ടന്റ് ആണെന്ന് വിചാരിക്കും. അതായത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കൺസൾട്ടന്റ് ആണ്. ഞാൻ ഇന്ത്യയിൽ ഒരു സാധാ മനുഷ്യനാണ്. എനിക്ക് ദുബായിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഷാനവാസ്ക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ഇരുന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ഷാനവാസ്ക എന്റെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നു. അതിനെയാണ് എക്സ്പോർട്ട്. കാരണം അയാൾ ഇന്ത്യക്ക് പുറത്തുള്ള ദുബായ് UAEക്ക് പുറത്തുള്ള എനിക്കാണ് സർവീസ് ചെയ്യുന്നത്. അതിന് ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന കാറ്റഗറിയിൽ തന്നെയാണ് വരിക. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ പോയിന്റ്, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് ദുബായിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ ഹബ്ബാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങുന്ന എയർപോർട്ടിൽ ഏതാ വരുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങുന്ന എയർപോർട്ട്? രണ്ടാം സ്ഥാനം ദുബായ്. ഒന്നാം സ്ഥാനം ആര്? അമേരിക്ക, അറ്റ്ലാന്റ. ആണോ? ലൈവായിട്ട് ഇപ്പം പ്രസിഡന്റ് പറയാം. ഓക്കെ, അപ്പൊ സെർച്ച് ചെയ്തോളൂ. എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ എനിവേ ദുബായ് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ ഹബ്ബാണ്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് എല്ലാം 0 റേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് അവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ, ഏത് വഴി പോവുകയാണെങ്കിലും, കടല്, കര, വണ്ടി, ബസ്, ലോറി, ഏത് വഴി ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പോവുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ എന്താണ്? ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണോ അത് 0 റേറ്റഡ് ആണ് എന്ന് എന്ത് ചെയ്യാം? നമ്മൾ മനസ്സിലാക്കാം. ഇനി യാത്രയ്ക്കിടയിൽ ഉപയോഗിക്കുന്ന ഗുഡ്സ് ഓർ സർവീസസ് കൺസ്യൂമഡ് ഓർ യൂസ്ഡ് ഡ്യൂറിങ് ദ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആവട്ടെ, ആ സാധനങ്ങളൊക്കെ എന്താണ്? നിൽ റേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഒരു ചെറിയ ചോദ്യം. നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എത്ര കിലോ കൊണ്ടുവരാൻ പറ്റും? ചെറിയ ചോദ്യം കേട്ടോ. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിലേക്ക് കടക്കാത്തത്. എന്തായിരുന്നു? ഒരു ഫ്ലൈറ്റിനനുസരിച്ച് 30-20 35 പിടിച്ചോളി അല്ലെ? 30 ഒരു 30 ആണ് സാധാ നമ്മളൊക്കെ പോകുന്ന ചെറിയ സാധനത്തിൽ 30 പിടിച്ചോളി. അതിന് വലുതിലൊക്കെ 40 ഒക്കെ പോകണുണ്ടോ? നമ്മളൊക്കെ എന്തായാലും അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. 30 പിടിച്ചോളി, 35 പിടിച്ചോളി മാക്സിമം. പോട്ടെ, ഒരു ആവറേജ് പിടിച്ചോളി 30. അങ്ങനെ ഈ 30ൽ കൂടുതൽ സാധനം നാട്ടിൽ വരുമ്പോ കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കാം? ടാക്സ് അടക്കേണ്ടി വരും. ഡ്യൂട്ടി അടക്കേണ്ടി വരും. ഫൈൻ അടക്കേണ്ടി വരാ, അല്ല ഡ്യൂട്ടി ആണ് അടക്കേണ്ടി വരാ, അല്ല വാറ്റ് എക്സ്ട്രാ ഫീസ്, ഡ്യൂട്ടി ടാക്സ്, ഡ്യൂട്ടി വരുമോ? നിങ്ങൾ ആര് ഒരു സ്ഥലത്ത് ഒരു കേരളം എങ്ങനെ ഫൈൻ അടക്കേണ്ടി വരും. ഫൈൻ ഒരു വെയിറ്റിന് എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടി വരും.
നിങ്ങൾക്ക് കസ്റ്റം ഡ്യൂട്ടി മനസ്സിലായിട്ടില്ല, ക്ലിയറൻസ് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ കസ്റ്റം ഡ്യൂട്ടി? എന്താ കസ്റ്റംസും ക്ലിയറൻസും? എന്താ അത് എക്സ്പോർട്ടിന്റെ ഇത് എക്സ്പോർട്ട് അല്ലേ? എക്സ്പോർട്ട് എന്ന ഇമ്പോർട്ടിങ് എന്താ മനസ്സിലാവാത്ത ആരെങ്കിലും? എക്സ്പോർട്ട് എന്ന ഇമ്പോർട്ട് എന്താ? ഇത് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ രാജ്യത്ത് നിന്ന്, ഇപ്പൊ ഇന്ത്യൻ കേസൊക്കെ നമ്മളെ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക്, ലണ്ടനിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക് എവിടേക്ക് കൊണ്ടുപോകുന്നതിന് എക്സ്പോർട്ടിംഗ് എന്ന് പറയും. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ക്ലിയറൻസ് ആണ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റംസ് ആണ് കൊടുക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റംസ്, അതാണ് കസ്റ്റംസ് ആൻഡ് ക്ലിയറൻസ്. ഏത് രാജ്യത്തുനിന്ന് നമ്മളെ നാട്ടിലേക്ക് വരുന്നോ അവിടെയൊക്കെ നമ്മൾ കസ്റ്റം ഡ്യൂട്ടി അടക്കണം. GST പുറമെ കസ്റ്റംസ്, അതാണ് മൊബൈൽ പിടിക്കുമ്പോൾ കസ്റ്റംസാര് പിടിക്കുന്ന പരിപാടി ഇല്ലേ, കസ്റ്റംസാര് പിടിച്ചെന്ന് പറയില്ലേ, അവിടെ 2 ഫോൺ ഉണ്ടെന്ന്, 2 കസ്റ്റംസാര് പിടിച്ചെന്ന് പറയില്ലേ, ഇത് കസ്റ്റംസ് ആണ്, അതാണ് കസ്റ്റംസ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലിയറിങ്സ് ആണ്, ക്ലിയർ ചെയ്ത് വിടും, പൊട്ടെ അറിയും. കാരണം ഏത് രാജ്യവും ആ രാജ്യത്തുള്ള പ്രൊഡക്റ്റുകൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നതിൽ സന്തോഷിക്കുന്നതാണ്. കാരണം അവർക്ക് വിദേശ നാണ്യം കിട്ടും. വിദേശ നാണ്യം കിട്ടുമ്പോൾ രാജ്യം ഡെവലപ്പ് ആവും. രാജ്യം ഡെവലപ്പ് ആവും എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ വരാം? GDP കൂടുന്നാണ് അതിന്റെ മലയാളം. രാജ്യം ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞാൽ GDP കൂടുന്നാണ് അതിന്റെ അർത്ഥം. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിന്റെയും സേവനത്തിന്റെയും ആകെ തുകയാണ് GDP എന്ന് പറയാം. ഇതൊക്കെ മുമ്പ് ഏതോ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും, പക്ഷെ അത് അന്ന് ഒപ്പിച്ച് പഠിച്ചുകൊണ്ട് തിരിയാത്തോണ്ടാ. യഥാർത്ഥത്തില് ഒരു വർഷം ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിന്റെയും സേവനത്തിന്റെയും തുക. അതായത് ഒരു 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി 1000 രൂപയുടെ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ 2000 ആണ് GDP. തൽക്കാലം വിചാരിച്ചോളൂ, അങ്ങനെയല്ല കേട്ടോ, കാൽക്കുലേഷൻ ഇനിയുണ്ട്. ഇത് ഓരോ രാജ്യത്തിന്റെയും GDP ഇൻഡെക്സുകൾ ഇങ്ങനെ കാണിക്കപ്പെടും. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇൻഡെക്സുകൾ ബാധിക്കുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള നമ്മളെ പോലെയുള്ള ലോക്കൽസ് ആളുകളെ ബാധിക്കും. ഇതുകൊണ്ടാണ് ഈ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ. ഈ പുറത്ത് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ നടന്നു, ഡിഫ്ലേഷൻ അവിടെ ഇത് നടന്നു, അവിടെ GDP റേറ്റ് നെഗറ്റീവ് ഗ്രോത്ത് റേഷ്യോ കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ബേജാറാണ്. എന്താ, ഓരോ രാജ്യത്തിന്റെയും ഈ സംഭവങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ എനിവേ അത് എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, നമ്മൾ GST ക്ലാസ്സിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പറ്റുന്ന സെഷനുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ കിട്ടും. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ ബേസ്മെന്റ് നമ്മളെപ്പോഴും പഠിക്കണം. എക്കണോമിക്സ് പഠിക്കാതെ നിങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എക്കണോമിക്സ് എന്നൊരു ബേസ് ആണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഈ ഡിമിനിഷിംഗ് ഫ്രീക്വൻസി കർവ്, കുമുലേഷൻ കർവ് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളില്ലേ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, യഥാർത്ഥ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്ന് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് ഒരു പക്ഷേ അത് എക്സാമിന് മാത്രം ജയിക്കേണ്ട ഒരു സാധനം ആയതുകൊണ്ട് അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആലോചിച്ച് നോക്കി, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഫോറക്സ് മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിങ്ങിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അല്ലെ, ഇൻവെസ്റ്റ്മെന്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ഡിമാൻഡും സപ്ലൈയിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡ് ആരും ചെയ്യാറുണ്ടോ? ട്രേഡ് ലോങ് ടേം ഷോർട്ട് ടേം ട്രേഡുകൾ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അവർക്കറിയാം. ക്രിപ്റ്റോ കറൻസിയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് അറിയോ? ഇന്നും തട്ടിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണോ നിങ്ങൾ? ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ, ക്രിപ്റ്റോ കറൻസി ഒക്കെ ടാക്സബിൾ ആണ് ഇന്ത്യയിൽ. ഫ്ലാറ്റ് 30% ടാക്സ് ആണ്, 1% TDS അപ്ലിക്കബിൾ ആണ് ഇന്ത്യയിൽ. ദുബായിൽ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഞാൻ ദുബായിൽ കൺസൾട്ട് ചെയ്യുന്ന ഒരു കമ്പനി, ലാസ്റ്റ് ഇയറിലെ കൺസൾട്ടേഷനുള്ള കമ്പനി, അവർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് 4 ബിറ്റ്കോയിൻ ആണ്. ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന് അവരുടെ അക്കൗണ്ട്സ് ചെയ്യുന്ന അവരുടെ ക്യാപിറ്റൽ 4 ബിറ്റ്കോയിൻ ആണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ അല്ല, ബിറ്റ്കോയിൻ അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ ആണ് അവിടെ വരുന്നത്. അക്കൗണ്ട്സിൽ മാറ്റം വന്നിട്ടുണ്ട്. AI അക്കൗണ്ട്സിന്റെ കാല നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് അവിടെ പോസ്റ്റ് ചെയ്ത് പോകുന്ന കാലം ഇത്. ഇനിയും പഴയതിലേക്ക് എന്ത് ചെയ്യണ്ട, പോവണ്ട. നമ്മൾ അഡ്വാൻസ് ആയി ചിന്തിക്കണം, നന്നായിട്ട് പഠിച്ചോളി. ലോക്കൽ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇനിയും പഠിക്കരുത്. ഞാൻ എൻ്റെ അടുത്തേക്ക് ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടി ഒന്നല്ല കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോഴെപ്പോഴും പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടില്ലേ ഒരു കാര്യം ഉണ്ടാവില്ല. അതിന് ഒരു കാര്യമില്ല പ്രാക്ടിക്കൽ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, UAE ഓൾമോസ്റ്റ് കമ്പനികളുടെ ഒക്കെ ക്യാപിറ്റൽ വരുന്നത് ക്രിപ്റ്റോയിലാണ്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് കമ്പനികളുടെ ക്യാപിറ്റൽ വരുന്നത് ക്രിപ്റ്റോയിലാണ്. എനിക്കറിയുന്ന ആളുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, അല്ലെ, ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകളുടെ ഒക്കെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രമുഖരാണ്. അമിതാഭ് ബച്ചനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുന്ന ആൾ, അറിയോ? ലുലു ഭീമ ഗോൾഡ്. ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പം
ഇതൊന്നും എന്തല്ല തട്ടിപ്പല്ല. പക്ഷെ നിങ്ങൾ അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യരുത്. നാട്ടിൽ നടക്കുന്ന എല്ലാം ഉടായ്പാണ്, അങ്ങനെ തന്നെ പറയാലോ. ആളെ ചേർത്തുന്ന, ആളെ കൂട്ടുന്ന, ബൈനറി, കമ്മീഷൻ, സെക്കൻഡറി, ഇതൊക്കെ പറയുന്നതൊക്കെ തട്ടിപ്പാണ്. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ ചേർത്താൽ ഓനെ കിട്ടും, ഓനെ ചേർത്ത ഇബനെ കിട്ടും, ഇബനെ ചേർത്ത ഓനെ കിട്ടും, കോയിൻ ഉണ്ടാവും, കോയിൻ 2 ഉണ്ടാവും, കോയിൻ 3 ഉണ്ടാവും, അപ്പൊ ഇതിന് ഇത്ര വില ഉണ്ടാവും. ഇതൊക്കെ തട്ടിപ്പാ. ഇങ്ങനത്തെ ഒരു സംഭവമേ അല്ല. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഒരാളുടെയും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാമല്ലോ. അതേപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസി. അതല്ലാതെ വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് വലുതാവുന്ന 2 3 ഇത്ര പെർസെൻറ്റേജ് ഡെയിലി കിട്ടുന്ന ഒരു സംഭവമല്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മളാരും പെട്ടുവരുത്. ഇൽമില്ലാത്ത ആളുകൾ പെട്ടോട്ടെ, ഇവരില്ലാത്ത നമ്മളെന്ത് ചെയ്യരുത്, അതിൽ പെടരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ലോകത്ത് ലാഭം മാത്രമുള്ള ഒരു കച്ചവടം ഇല്ല. മത്തി കച്ചവടം ആണെങ്കിലും നഷ്ടം ഉണ്ടാവും. ആൾക്കാർ അങ്ങാടിക്ക് ഇറങ്ങിയാലേ മത്തി കച്ചവടം വിജയിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നെങ്കിൽ പിറ്റേ ദിവസം ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അടുത്തുള്ള പുഴയിലേക്ക് സാധനം മറിക്കേണ്ടി വരും. ഇതെല്ലാ ബിസിനസ്സിലും പൊതുവായ റൂളാണ്. ലാഭം മാത്രമുള്ള ഒരു പരിപാടി ഓടിയില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട. അവനാന് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളി. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളി, SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്തോളി. ഇനി ബാങ്കിങ് സെഗ്മെന്റിലേക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കൽ ഫണ്ടിൽ, ടാറ്റയുടെ എത്തിക്കൽ ഫണ്ട് അതാ, റിലയൻസിന്റെ എത്തിക്കൽ ഫണ്ട് അതാ, അവിടെയൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളി. ഹറാം ഫണ്ട് മിക്സ് ആവണ്ട, വേറെയുള്ള ഫണ്ടുകൾ മിക്സ് ആവണ്ട എന്ന് ആഗ്രഹമുള്ള ആളുകൾ എന്തൊക്കെയോ ഓപ്ഷൻ ഉണ്ട്. വേറെ ആൾ കയ്യിൽ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യണ്ട, പിടുത്തപ്പെടേണ്ട എന്നാണ് സാന്ദർഭികമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കേസുകൾ സീറോ റേറ്റഡിന്റെ കേസുകൾ, ഒന്ന് എന്തൊക്കെയാ പറഞ്ഞ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. രണ്ടാമത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിനിടയിൽ ഉപയോഗിക്കുന്ന ഗുഡ്സുകൾ, സർവീസുകൾ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതേതും ആവട്ടെ, കപ്പൽ വഴി പോകുന്ന വെസലാവട്ടെ, ഇനി വിമാനം വഴി പോട്ടെ, ഷിപ്പിൽ, വണ്ടിയിൽ, ഏത് പോകുന്നതാണെങ്കിലും സീറോ റേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ പറഞ്ഞ ഒരു അധിക സാധനങ്ങൾ എടുത്തു എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അങ്ങനെ എടുത്തു പോകുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫീസ് അടക്കേണ്ടി വരും. അതിന് മുകളിൽ നമുക്ക് എന്തുണ്ടാവില്ല, ടാക്സ് ആണ്. അപ്പൊ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ കേസിൽ ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്തോ ആവട്ടെ, എന്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ടാക്സ് ലാബിലിറ്റി വരില്ല. എക്സ്പെൻസുകൾ നമ്മൾ അടക്കേണ്ടി വരും, ഫീസുകളും ബാധ്യതകളൊക്കെ, അതിന്റെ മുകളിൽ എന്ത് വരില്ല, ബാധ്യതകൾ നമുക്ക് വരില്ല. ഇനി റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കപ്പലുകൾ, വിമാനങ്ങൾ, വണ്ടികൾ, ഫയർഫോഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതും എന്താണ്, നിൽ റേറ്റഡ് ആണ്. റെസ്ക്യൂ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുബായിലെ വെള്ളപ്പൊക്കമാണ്. ചില സ്ഥലങ്ങളിൽ നല്ല മഴ ചെയ്തിട്ട് വെള്ളപ്പൊക്കമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ, ആ സാധനങ്ങളൊക്കെ എന്താണ്, സീറോ റേറ്റഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ, ആദ്യമായിട്ട് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അത് നമ്മളൊരു റെസിഡൻഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും അവിടെയും സീറോ റേറ്റഡ് വരുന്നുണ്ട്. അതേപോലെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഈ സംഭവങ്ങളിൽ സീറോ റേറ്റഡ് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് എഡ്യൂക്കേഷണൽ സർവീസസ്, അതായത് എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയും. എലമെന്ററി എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ LP UP സിസ്റ്റത്തിന് പകരം അവിടെ ഒരു എലമെന്ററി എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. 8ാം ക്ലാസ് വരെയുള്ള സിസ്റ്റം എലമെന്ററി എഡ്യൂക്കേഷൻ എന്നാണ് പറയാം. 8ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അവിടെ എന്തില്ല, ടാക്സ് ഇല്ല, നിൽ റേറ്റഡ് ആണ് മനസ്സിലാക്കുക. എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നാണ് അതിന് പറയാം. അതുവരെ എന്തില്ല, ടാക്സ് ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടാക്സ് ഉണ്ടാവും. അത് ഇന്ത്യൻ സ്കൂളാണെങ്കിലും ഏത് സ്കൂളാണെങ്കിലും ടാക്സ് ലാബിലിറ്റി ഉണ്ടാവില്ല. അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഹയർ എഡ്യൂക്കേഷൻ എന്നാണ് ഇതിന് പറയാം. എലിമെന്ററി കഴിഞ്ഞതിന് ശേഷം ഹയർ എഡ്യൂക്കേഷനിൽ ഗവൺമെന്റ് ആണ് ഫണ്ട് ചെയ്തെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ല. അല്ലാത്ത കേസിൽ ടാക്സ് ഉണ്ടാവും. ഉദാഹരണം, ബൈജൂസ് എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ കമ്പനി അവിടെ 7ാം ക്ലാസ്സിൽ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്. അവർ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് ഫ്രീ ആണ്. ഫ്രീ അല്ല, മീൻസ് ടാക്സ് നിൽ റേറ്റഡ് ആണ്. ഇനി ഇതേ ബൈജൂസ് 10ാം ക്ലാസ് ആണ് പഠിപ്പിക്കുന്നെങ്കിൽ അവിടെ എന്തുണ്ടാവും, ടാക്സ് ഉണ്ടാവും വെക്കാം. എന്നാൽ ഈ ബൈജൂസിൽ ഫണ്ട് ചെയ്തിരിക്കുന്നത് അവിടുത്തെ രാജാക്കന്മാരാരെങ്കിൽ, അതായത് ഗവൺമെന്റ് ആളുകളാണെങ്കിൽ എന്തുണ്ടാവില്ല, ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. തെറ്റാണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ചില പോയിന്റിൽ ഓടിച്ചു പോവാണ്. ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ UAE-ലൊക്കെ ഇരിക്കുമ്പോൾ അറിയേണ്ട ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. പക്ഷെ സമയം ദാരിദ്ര്യം മൂലം നമ്മൾ അടിച്ചു പിന്നി പോവാണ്. ഇനി അടുത്ത പ്രിവെന്റീവ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന പ്രിവെൻഷൻ, അതിനെന്തില്ല, സീറോ റേറ്റഡ് ആണ്, സീറോ റേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം.
അതായത് കൊളസ്ട്രോള്, ഷുഗർ, ക്യാൻസർ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എടുക്കുന്ന ടെസ്റ്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷൻ സർവീസ്, ഇതൊക്കെ എന്താണ്? 0 റേറ്റഡ് ആണെന്ന് ഇരിക്കുക. പ്രിവെന്റീവ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ തന്നെ വരണം. അതായത് മുടി പോകുന്നതിന്, ഇപ്പം എന്നെ പോലെ മുടി പോയതിന് മുടി വെക്കുന്ന ട്രീറ്റ്മെന്റ്, പല്ലിൽ സ്വർണം വെക്കുന്ന ട്രീറ്റ്മെന്റ്, വേറെ എന്താണ് മുട്ടുവാറ്റ് വെക്കൽ ശസ്ത്രക്രിയ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ശരിക്കും അതായത് പ്രിവെന്റീവ് മെഡിസിൻ കാറ്റഗറിയിൽ വരുന്നതല്ല. നമ്മളിപ്പോൾ പല്ലിൽ സ്വർണം വെക്കുന്ന, പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ സാധാരണ രീതിയിൽ കാണുന്ന പല്ലുമ്പോൾ സ്വർണം വെക്കും. പല്ല് പോയി കഴിഞ്ഞാൽ സ്വർണം വെക്കും. അതിൽ സ്വർണത്തിൽ തന്നെ 2-3 കാറ്റഗറി സ്വർണ്ണം ഉണ്ട്. ഏതൊക്കെ സ്വർണ്ണം ഉള്ളത്? 916 ഗോൾഡും ഉണ്ട്. വേറെ എന്ത് ഗോൾഡ് ഉള്ളത്? എന്തെന്നാന്നിപ്പോ വേറെ എന്ത് ഗോൾഡ് ഉള്ളത്? 916 അല്ലാണ്ട് വേറെ 99.9 ക്യാരറ്റ് ഗോൾഡ്. ഈ 2 ഗോൾഡ് ഉള്ളത്. 916 ടാക്സ് ഉണ്ട്, 99.9 ടാക്സ് ഇല്ല. 916 ടാക്സ് ഉണ്ട്. എന്തുകൊണ്ട് ടാക്സ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഗോൾഡ് മാത്രമല്ല, അതിൽ വേറെ സാധനം മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് 91 സംഭവം ഗോൾഡ് ഉള്ളു, ബാക്കി എന്താണ്? ചെമ്പാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതന്നെയല്ലേ? ഇനി 99.9 എന്ന് പറഞ്ഞാലോ അത് കംപ്ലീറ്റ്ലി ഗോൾഡ് ആണ്. അതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി അതുകൊണ്ടൊക്കെ പല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഷവർമേന്റെ ഒപ്പം ഇതിനൊക്കെ ആണ് പോവുള്ളൂ തന്നെ. കാരണം പൊട്ടി പോകുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള രണ്ടിനും 2 ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ 99 ആണോ ടാക്സ് ഉള്ളതെന്ന് പറഞ്ഞു? 99 ടാക്സ് ഇല്ല. ഓക്കെ, സിൽവറിനും പ്ലാറ്റിനത്തിനും എങ്ങനെ? സിൽവർ, പ്ലാറ്റിനം അതൊക്കെ ടാക്സബിൾ ആണ്. അതൊക്കെ 0 റേറ്റഡ് ആണോ? എങ്ങനെ? പ്രഷ്യസ് മെറ്റൽസ് 555. ഓക്കെ, ഇനി വേറെ എന്തൊക്കെയുള്ള, ഇനി ആരൊക്കെയാണ് വാറ്റ് എടുക്കേണ്ടതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടോ എല്ലാവരും? വാറ്റ് ആരൊക്കെയാണ് എടുക്കേണ്ടത്? GST ആരൊക്കെ എടുക്കേണ്ടത്? ഇന്ത്യയിൽ GST ആരൊക്കെ എടുക്കേണ്ടത്? GST ഒരു സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ ഒരു സാമ്പത്തിക വർഷം 40 ലക്ഷം രൂപ കൂടുതൽ GST നിർബന്ധമാണ്. 40 lakhs above സെയിൽ ഉണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കും. 40 ലക്ഷത്തിന്റെ മുകളിൽ വർഷത്തിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കണം. അതായത് സെക്ഷൻ 22 പ്രകാരം കമ്പൾസറി അയാൾ GST എടുത്തോളണം. ഒരാൾ ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 40 ലക്ഷത്തിന് മുകളിൽ വർഷത്തിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ, ടേൺ ഓവർ മീൻസ് പറഞ്ഞാൽ കച്ചവടം എന്നാണ് അർത്ഥം, ലാഭം എന്നല്ല. കച്ചവടം 40 ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം ഉണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും എന്തെടുത്തോളണം? GST എടുത്തോളണം. സർവീസ് ആണെങ്കിലോ? ഹലോ, സർവീസ് ആണെങ്കിലോ? 20 lakh. സർവീസ് ആണെങ്കിൽ എത്ര പെർസെന്റ് എമൗണ്ടാ? 20 lakh. 20 ലക്ഷത്തിന്റെ ലക്ഷത്തിന്റെ മുകളിൽ 20 ലക്ഷത്തിന് മുകളിൽ വർഷത്തിൽ ടേൺ ഓവർ വന്ന സെക്ഷൻ 22 പ്രകാരം പേഴ്സൺ ലാബിൾ ടു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരും. UAE കേസിലോ 3,70,75,000 3,75,000 മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണോ? 9% മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്തോണം. 3,75,000 AD മുകളിൽ. ഇനി 3,75,000 ഒരാൾക്ക് ആയിട്ടില്ല. എങ്ങനെ? ഫ്രം 3,75,000 ആണോ അതോ എബൌട്ട് 3,75,000 ആണോ? 3,75,000 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് എടുത്തോളണം. കമ്പൾസറി രജിസ്ട്രേഷൻ. എപ്പോഴാണോ 3,70,75,000 നമുക്ക് എത്തുന്നത് അന്ന് മുതൽ നമ്മൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തോളണം. ക്ലിയർ ആയില്ലേ? 3,75,000. ഇനി ഒരാൾക്ക് 3,75,000 ഇല്ല. ഇതും കൂടി അതിന്റെ കൂടുതൽ മനസ്സിലാക്കി പോണേ. ഒരാൾക്ക് 3,75,000 നമുക്ക് അയാൾക്ക് ഇല്ല. 3,75,000 ഇല്ല. പക്ഷെ അയാൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? 3,75,000 മുകളിൽ എനിക്ക് സെയിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുക്കൽ എന്താണ്?
അപ്പൊ എങ്ങനെ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഒരു കോൺട്രാക്ട് ഒക്കെ പിടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസിന്റെ റണ്ണിങ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഊഹത്തിന്റെ പേരിൽ എടുക്കാൻ പാടില്ല. അത് നമുക്ക് ചിലപ്പോ അല്ല, ബിസിനസ് ചിലപ്പോ നടന്നില്ലെങ്കിൽ ലാസ്റ്റ് 11 മാസത്തെ നോക്കണം. ലാസ്റ്റ് 11 മാസത്തെ നോക്കണം. അല്ല, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ടുള്ള ഊഹത്തിന്റെ 11 പേരിൽ എടുക്കാൻ മാസത്തെ പാടില്ല. ഇനി നമുക്ക് ആന്റിസിപ്പേഷൻ ആന്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ മാസം 3,75,000 എത്താനായിട്ടുണ്ട്. പക്ഷെ 3 lakh എത്തിയിട്ടുള്ളൂ. ഇതിനിടയിൽ എനിക്കൊരു 10 lakhന്റെ ഒരു ഓർഡർ വന്നു, സെയിൽസ് ഓർഡർ വന്നു. സെയിൽസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് കമ്പൽസറി ആയിട്ടും എടുക്കേണ്ടതായിട്ട്. ഇതിനാണ് നമ്മൾ കമ്പൾസറി രജിസ്ട്രേഷൻ എന്ന് പറയാം. ഇനി വോളണ്ടറി രജിസ്ട്രേഷൻ ഉണ്ട്. വോളണ്ടറി രജിസ്ട്രേഷന്റെ ലിമിറ്റ് എത്രയാ അറിയോ? വെറുതെ വേണമെങ്കിൽ എടുക്കാം. 1,87,500. 1,87,500 AD ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വോളണ്ടറി രജിസ്ട്രേഷൻ നമ്മൾ എടുത്തോളണം. എന്തിനാ രജിസ്ട്രേഷൻ എടുക്കുന്നത്? എന്താ ഇത്ര എടുങ്ങാറായിട്ട് എടുക്കേണ്ട ആവശ്യം എന്താ? ഗുഡ്വില്ല് കൂടും. ഒന്ന്, ഗുഡ്വില്ല് കൂടിയേക്കാം. 2, ഗവൺമെന്റിന്റെ പല സംഭവങ്ങളിലേക്കും പല കാര്യങ്ങളിലേക്കും ഒക്കെ ചെയ്യണമെങ്കിലും ആളുകൾ എല്ലാവരും ചോദിക്കും, TR നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കും. TR നമ്പർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അവിടുത്തെ ഒരു ബിസിനസ് ചെയ്യുന്ന യാതൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയാം, TR നമ്പർ ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റിലേക്കും ഒരു സംഭവത്തിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഒരു കൊട്ടേഷനിലും പോലെ ഒരു കസ്റ്റമറും നമ്മളെ കയ്യിൽ നിന്ന് സാധനം വാങ്ങൂല. ഒരു വല്ലാത്ത ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥ ആണ് ഈ TR നമ്പർ ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ. ബിസിനസ് നടക്കുമായിരിക്കും, നോർമൽ കച്ചവടം നടക്കുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പം വോളണ്ടറി രജിസ്ട്രേഷനിലേക്ക് ചില ആളുകൾ വെറുതെ സെയിലൊക്കെ കാണിച്ചിട്ടൊക്കെ വോളണ്ടറി രജിസ്ട്രേഷന്റെ പുറത്തേക്കൊക്കെ പോകും. എന്നാലും GSTയുടെ വോളണ്ടറി രജിസ്ട്രേഷന്റെ ലിമിറ്റ് എത്ര അറിയോ? GST എത്ര വോളണ്ടറി രജിസ്ട്രേഷന്റെ ലിമിറ്റ്? ഈ വോളണ്ടറി രജിസ്ട്രേഷനെ കുറിച്ച് എന്താണെന്നുള്ള ഒരു ഐഡിയ? വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇപ്പൊ ഇന്ത്യയിലെ GST എന്ന് പറഞ്ഞാൽ വെറുതെ GST എടുക്കാം. അതായത് GST എടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല, ഒരു ബാധ്യതയും ഇല്ല, വെറുതെ എടുക്കാം. അതിനെയാണ് വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. ഉദാഹരണം പറയാം, സെക്ഷൻ 22 പ്രകാരം ഈ പറഞ്ഞ ലിമിറ്റ് 40, 20. അതല്ലാതെ കമ്പൾസറി രജിസ്ട്രേഷൻ സെക്ഷൻ 24 വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, അതേപോലെ എക്സ്പോർട്ട് ഇൻവോയ്സ് ചെയ്യുന്ന ആളുകൾ, പിന്നെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ നടക്കുന്ന ആളുകൾ, CTP കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, NRTP നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട, അതൊക്കെ GST സെഷനിൽ കയറുമ്പോൾ മനസ്സിലാവും. ആ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് എടുക്കണം, സെക്ഷൻ 20 ആ ഒരു പ്രകാരം. എന്നാൽ വെറുതെ എടുക്കുന്ന ആളുകളുണ്ട്. അതായത് 40 ലക്ഷം രൂപ സെയിലും ഇല്ല, ഈ പറയുന്ന കാറ്റഗറിയിൽ ഒരാളും ഇല്ല. അവരെന്തിനെടുക്കണേ? ഒന്നെങ്കിൽ ബാങ്ക് ലോൺ കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെന്റ് സംഭവത്തിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ ഒന്നും ഉണ്ടാവില്ല. കസ്റ്റമർ പറയാണ് GST ബില്ല് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് സാധനം വാങ്ങുന്നുള്ളൂ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ കുടുങ്ങുന്ന സാഹചര്യങ്ങളാണ്. അതായത് GST എടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല, ഒരു ബാധ്യതയും ഇല്ല, നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. എന്നാലും GST എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ. സിമിലർലി UAE വെറുതെ അങ്ങനെ എടുക്കാൻ പറ്റൂല. മിനിമം ലിമിറ്റ് 1,87,500 ഇല്ലാണ്ട് വോളണ്ടറി രജിസ്ട്രേഷനിലേക്ക് വരാൻ പറ്റില്ല. ഇവിടെ വെറുതെ എടുക്കാം, അവിടെ അങ്ങനെ നടക്കൂല. കത്തില്ലേ? ഒരു ലിമിറ്റ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ സാഹചര്യം എല്ലാം ഓക്കെ ആയി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ വളരെ ഓടിച്ചു പോയതാണ്, സമയം സാഹചര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ട് ഓടിച്ചു പോയതാണ്. ഇനി ഇതൊക്കെ ലിമിറ്റൊക്കെ എത്തി എന്ന് വിചാരിച്ചോളൂ. ലിമിറ്റ് നിങ്ങൾക്ക് എത്തി, നിങ്ങൾ എന്ത് ചെയ്യണം? വാറ്റ് എടുത്തോളണം. വാറ്റിന്റെ ഫയലിംഗ് എടുത്തോളണം. ഇതിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. ഇതാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റിന്റെ സൈറ്റ്. നേരെ നിങ്ങൾ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറിയിട്ട് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവരെ സൈറ്റിലെത്തും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. ഇപ്പൊ സമയം ഓടിച്ചു പോവാണ്. ഇതാണ് ടാക്സ് അതോറിറ്റിയുടെ സൈറ്റ്, ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ സൈറ്റ് നിങ്ങൾ കാണാം. നമ്മുടെ GSTയുടെ സൈറ്റ് gst.gov.in, അതേപോലെ ഫെഡറൽ ടാക്സിന്റെ സൈറ്റാണിത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പിന്നെ സൗകര്യം പോലെ പഠിക്കുകയൊന്നും ചെയ്തോളി. ഇവിടെ ഈ സർവീസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും. ഈ സർവീസിനകത്താണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ
ഈ സാധനങ്ങൾ കാണിച്ചു തരാം. ഈ സർവീസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ, മീൻസ് നമുക്ക് TR നമ്പർ ഇല്ല, ടാക്സ് രജിസ്ട്രേഷൻ നമ്പറോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സൈൻ അപ്പ് ചെയ്തിട്ട് നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി. ഇതെല്ലാം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഡീറ്റെയിൽ പറയുന്നത്. ഇത് കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് OTPയും കാര്യങ്ങളും വരും. അത് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതെല്ലാം ഓക്കെയാണ്. നമുക്കിതിൽ UAE എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. സൈൻ ഇൻ ചെയ്യാനുള്ള ഓൾറെഡി നമ്മൾ അതിനടുത്ത് രജിസ്ട്രേഷൻ ഉണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കയറിയാൽ മതിയെങ്കിൽ അവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇതിനകത്ത് കയറാം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നോർമലി GSTക്ക് അകത്ത് GSTR 1, 2A, 2B, 3B എന്ന് പറയുന്ന പോലെ ഇതിനകത്തും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഫയലിൽ ഞാൻ കയറിയതാണ്. ആ ക്ലയൻറ്റിൻ്റെ ഫയൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതാണ് UAE വാറ്റിൻ്റെ സംഭവങ്ങൾ. ഇതിനകത്ത് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, വാറ്റ് 201, റീഫണ്ടിന് 301, ഇങ്ങനത്തെ ഒരുപാട് ഫോംസ് ഉണ്ട്. ഈ ഫോംസുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ എല്ലാ മാസത്തെ സെയിൽസുകളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതവിടെ ഇവിടെ വാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇതൊക്കെ എല്ലാം ഓടിച്ചു പോകുന്നുണ്ടോ, കാരണം ഇത് നമുക്ക് പറഞ്ഞാൽ എവിടെ എത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. ഇതിനടുത്ത് മൈ ഫയലിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം. വാറ്റ് 301, 311 എന്നുള്ള റീഫണ്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 301 എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടിൻ്റെ ഡിക്ലറേഷൻ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സംഷൻസ് കുറച്ചുണ്ട്. ഇവിടെ മൈ ഫയലിങ്സിലെ കുറച്ച് കാര്യങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് കയറിയിട്ട് ഇതൊക്കെ റിട്ടേൺ ഫയൽ ചെയ്ത കേസുകളാണ്. ഇവിടെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്ത പ്രീവിയസ് ഇയറിലെ റിട്ടേണുകളൊക്കെ നമുക്ക് നോക്കാം. പുതിയ വാറ്റ് ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ഇയറും നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടും നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് ദുബായിലെ കമ്പനികളുടെ ഈ വാറ്റുകൾ നമുക്കിവിടെ ഫയൽ ചെയ്യാം. ഇപ്പം ഇതിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. കാരണം UAE സംബന്ധിച്ചിടത്തോളം വാറ്റൊക്കെ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല 250 to 230 ഒക്കെ, അതായത് ഒരു മാസം ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഒരു 5000-6000 രൂപ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. UAE ഒരു 10-15 ആളുകളുടെ ക്ലയന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 40,000-50,000 രൂപയിൽ, അത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്കില്ല്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സ്കില്ല്. എനിക്ക് UAE 10-12ഓളം ക്ലയൻസുകളുണ്ട്. GSTയിൽ എനിക്ക് 10-37ഓളം ക്ലയൻസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്നിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് വല്ലപ്പോഴും തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ദുബായിൽ നിന്ന് പോയി വരും. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതല്ലാതെ അവിടെ നിന്നിട്ട് വർക്ക് ചെയ്യില്ല. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അവിടുത്തെ UAE ഫയലിംഗ്, അവരുടെ ടാക്സിന്റെ വിവരങ്ങൾ വരെ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സുകൾ വരെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഈ ഒരു മേഖലയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല രീതിയിൽ വരുമാനങ്ങൾ സമ്പാദിക്കാം. അപ്പോൾ ഇനി നമുക്ക് ആകെ 6-7 മണിക്കൂറിനകത്തുള്ളൂ, 6-7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ സൈഡ് എത്തുള്ളൂ. അതുകൊണ്ടാണ് ലാസ്റ്റുള്ള ഭാഗം അങ്ങ് ചവിട്ടി ഓടിച്ചത്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പറയാം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾ മുഴുവനായിട്ടും പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളെ 45 ആളുകൾ ഉണ്ടല്ലോ. അപ്പം ഇവർ നമ്മൾ നാളെ അക്കൗണ്ട്സിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തും നിർബന്ധമായിട്ടും എല്ലാ ആളുകളും പങ്കെടുക്കുക. അക്കൗണ്ട്സിൻ്റെ ക്ലാസ് എപ്പോഴും ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 20,000 രൂപയുടെ കോഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത്. അതിലൊരു ചാർജും ഇല്ല, നിങ്ങൾ എവിടെയും ചാർജ് ചെയ്യത്തില്ല. പക്ഷെ ചില ഭീകരന്മാർ നമ്മുടെ ക്ലാസ് റെക്കോർഡിംഗ് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയുക, അല്ല അനൂപ് സാറേ, നമ്മൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ ഫ്രീ ആയി പഠിപ്പിക്കാൻ കോമൺ ആയിട്ട് പറഞ്ഞ കേട്ടോ. ഈ ചില ആളുകൾക്കുള്ള അസുഖങ്ങളാണ്, അത് എല്ലാത്തിനും മരുന്ന് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഫ്രീ ആയിട്ട് 50 മണിക്കൂർ, ഞങ്ങൾക്ക് വട്ടൊന്നുമില്ലല്ലോ ഒരാൾക്ക് ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാന്നുള്ള. 1000 ആളുകൾ ഉണ്ടാകും ഗ്രൂപ്പിനകത്ത്. 1000 ഇപ്പോൾ 2 ഗ്രൂപ്പിന് 2800ഓളം ആളുകളുണ്ട്. 1800ഓളം ആളുകൾക്ക് 20,000 രൂപയുടെ അക്കൗണ്ട് കോഴ്സ് ഞാൻ എല്ലാ സെഷനിലും പറയുന്നത്. അതിന് സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 1800 ആളുകൾക്ക് 20,000 രൂപയുടെ കോഴ്സ് കൊടുക്കുമ്പോൾ എൻ്റെ നഷ്ടം എത്രയാ നഷ്ടം? 3 crore 60 lakhs. 3 crore 60 lakhs. ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തം കാണിച്ചു തരാട്ടോ. 1800 ആളുകൾ ഇതല്ലേ, 1800 ഇൻറ്റു 20,000, 3 കോടി 60 ലക്ഷം. 60 ലക്ഷം.
ഈ 3,60,00,000 രൂപ നിങ്ങളുടെ അടുത്ത് വാങ്ങാനൊക്കെ എന്റെ ക്ലാസ് ഒരു 5 ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ അനൂപ് സാറെ പറഞ്ഞാൽ കിട്ടത്തില്ലേ? അനൂപ് സാറെ 20 ആരും തരത്തില്ലേ? ഒരു 4 ക്ലാസ് കിട്ടും, അറ്റൻഡ് സാർ ചെയ്ത് പറഞ്ഞ ശരിയാണ്. എനിക്കത് അതെ, അറിയാം. പക്ഷെ ഇതിലൊരു 2-3 കാര്യങ്ങളുണ്ട് എനിക്ക്. ഞാനൊരു മൊത്തത്തിൽ ഒരു കൺസൾട്ടിങ് ഫേം സ്റ്റാർട്ട് ചെയ്യണം. ഉദ്ദേശം കൂടി പറയാലോ, ഞാൻ വെറുതെ തരുന്നൊന്നല്ല. അത്യാവശ്യം ഒരു വലിയ രീതിയിലുള്ള ഒരു കൺസൾട്ടിങ് ഫേം മൊത്തത്തിൽ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നിലവിലുള്ള കൺസൾട്ടിങ് ഫേമുകളിലെ കേരള ഓൾ ഇന്ത്യ ലെവലിൽ പുറത്ത് എല്ലാ രാജ്യങ്ങളിലെ കണക്കും നിലവിലിപ്പം UK വാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനുകളും UK വാറ്റ് ഫയൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ UK വാറ്റും പഠിപ്പിക്കും. അപ്പോൾ മൊത്തത്തിൽ ഒരു കറങ്ങുന്ന മൊത്തത്തിലുള്ള ഒരു കൺസൾട്ടിങ് ഫേം സ്റ്റാർട്ട് ചെയ്യുക. ഇതിന്റെ ഉദ്ദേശത്തിൽ കേരള മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഒരു 10-12 MBA-കാരൊക്കെ ഹയർ ചെയ്തു. MBA-കാരെ ഹയർ ചെയ്ത സമയത്ത് മനസ്സിലാകുന്ന MBA-കാർക്ക് ഒരു കുന്തം അറിയില്ല. കുറ്റമല്ല കേട്ടോ, നമ്മളെ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ടാലി പഠിപ്പിച്ചു തുടങ്ങാന്ന് വിചാരിച്ചു. യൂട്യൂബിന്റെ ഈ കഥ നോക്കി യൂട്യൂബ് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കി. അപ്പോൾ യൂട്യൂബിൽ ആദ്യം ടാലി പഠിപ്പിക്കാൻ തുടങ്ങി. കമ്പനി ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേഷൻ ആകുമ്പോൾ അണ്ടർ എന്ത് ബാഹർ എന്ത് എന്ന് അറിയില്ല. അതായത് ലെഡ്ജറോ അതിന്റെ അണ്ടർ വന്നു. അപ്പോൾ മനസ്സിലായി ഈ ചങ്ങായിമാർക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയതാ അക്കൗണ്ട്സിന്റെ ഏറ്റവും ബേസിക് അലിഫും ബാവും താവും സാവും ജീമും നൂനും തുടങ്ങിയതാ. എന്താണ് അക്കൗണ്ടിങ്, എന്താണ് ഓരോ സംഭവങ്ങളും ഏറ്റവും ബേസ് മുതൽ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ 40 മണിക്കൂറുണ്ട് ഏറ്റവും ബേസ് മുതൽ. അതൊരു 5-6 സെഷൻ അറ്റൻഡ് ചെയ്താൽ മനസ്സിലാവും. നിലവിൽ നിങ്ങൾ എവിടെയെങ്കിലും അക്കൗണ്ട്സ് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊന്നും അല്ല അക്കൗണ്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതായത് ഞാൻ മൊത്തത്തിൽ പഠിപ്പിക്കുന്ന ഞാൻ വലിയ ആളെന്നൊന്നല്ല അർത്ഥം. എനിക്ക് വേണ്ട ആളുകളെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ മൊത്തത്തിൽ കുറച്ച് ആളുകളെ പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളെ ഞാൻ എടുക്കും. സെലക്ട് ചെയ്ത ആൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ആപ്പിനകത്ത് കയറി നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടും ബോധ്യം എനിക്കുണ്ടാവും. ഉദാഹരണം, ചില ആളുകൾ ഒരു UAE വാറ്റിനൊക്കെ ഇന്റർവ്യൂ, ഞാൻ മിക്കവാറും ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സാറേ ഞാൻ അപ്പം ആദ്യം പറയാം നിങ്ങളുടെ ഇമെയിൽ ID അയക്കുന്ന പറയാം അല്ലേ അനൂപ് സാറേ? ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്താ, ഇമെയിൽ ID അയക്കണം എന്ന് പറയും. എന്തിനാ ഇമെയിൽ ID അയക്കുന്ന അറിയാം? ഇമെയിൽ ID അയച്ചാൽ അവർ എൻ്റെ ആപ്പിനകത്ത് കോഴ്സ് എത്ര സമയം കണ്ടിട്ടുണ്ട്, ഏതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ടാവും. ട്രാക്ക് ചെയ്യും കംപ്ലീറ്റ്. അല്ലാതെ ഞാൻ ഒരാളെ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരാണ്. എനിക്ക് ആവശ്യമില്ല അങ്ങനത്തെ ഒരാളെ വിട്ടേണ്ട ആവശ്യം. എന്തിനാണ് വടി കൊടുത്തിട്ട് അടി വാങ്ങുന്നത്? അപ്പൊ അങ്ങനത്തെ ആളെ നമ്മൾ വിടൂല. കാരണം പിന്നീട് അവർ ഒഴിവുണ്ടാകുമ്പോൾ നമ്മളോട് പറയോ. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ നമ്മളെ തന്നെ വിളിക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താ? നമ്മുടെ അടുത്ത് നല്ല ക്ലൈന്റ് ഉണ്ട്, നല്ല ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാ. നമ്മൾ വൃത്തിയിട്ട ആളുകൾ കൊടുത്താലോ, അതോടുകൂടി തീർന്നു നമ്മളെ കഥ. അപ്പൊ ആ ഒരു ഉദ്ദേശമുണ്ട്. അപ്പം കുറച്ച് ആളുകളെ എനിക്ക് ആവശ്യമുണ്ട്. ആ ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. എല്ലാ ആളുകളെയും എനിക്ക് എടുക്കാൻ പറ്റിക്കോണമെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കൺസൾട്ടിങ് മേഖലയിലേക്കൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഒരു 3 to 3-4 മാസമൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ആ സാധനം. കോഴ്സ് ഓൾറെഡി 1 മാസം 2 മാസം കഴിഞ്ഞു. എല്ലാ ചൊവ്വാഴ്ചയും 2 മണിക്കൂറിന് സെഷനാണ്, ലൈവാണ് ഉണ്ടാവുക. അതും ഇതേപോലെ തന്നെയാണ്, മൈക്ക് ഓപ്പൺ ചെയ്ത് മൈക്ക് ക്ലോസ് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. എല്ലാം ഇതേപോലെ ഡൗട്ടുകൾ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ അങ്ങനെയാണ് പോകും. ബോറടിക്കാതിരിക്കുക, എനിക്ക് ബോറടിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം മസിൽ പിടിച്ചിരിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പം 10 മണിയായി. ഇനി വളരെ പെട്ടെന്ന് ആർക്കെങ്കിലും 1-2 ആളുകൾക്ക് റിവ്യൂ പറയാം, ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാം, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. കൂട്ടത്തിലേ ആർക്കൊക്കെ നേരത്തെ പഠിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? UAE വാറ്റ്, കോർപ്പറേറ്റ്, ഇത് UAE വാറ്റ് മാത്രമാണ്. കോർപ്പറേറ്റ് ടാക്സ്, UAE വാറ്റ്, പിന്നെ ടാലി, ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഒന്നിച്ച് അതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനോട് പഠിക്കാൻ പറ്റും. നമ്മൾ ഓരോ ബാച്ചുകളായിട്ടായിരുന്നു മുൻകൂട്ടി കൊടുത്തിരുന്നത്. ഏറെക്കുറെ 700ഓളം ആളുകൾ നമ്മുടെ അടുത്ത് ഈ ഒരു കോഴ്സ് തന്നെ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ പൈസ കളയാതിരിക്കാം. ഇത്രേ പറയാനുള്ള വിഷയത്തിൽ. നിങ്ങൾക്ക് 12,500 നമ്മൾ ആ കോഴ്സിന് കൊടുത്തിരുന്നത്. അത് ഓഫർ പ്രൈസിൽ 7,500 കൊടുക്കാറുണ്ട്. ഈ വെബിനാറിൽ ഞാൻ സെയിൽ ചെയ്യുന്നത് 4,999. ആവശ്യമുള്ള ആളുകൾ മാത്രം വാങ്ങിയാൽ മതി. അല്ലാത്ത ആൾ നിങ്ങളുടെ കടത്തിന്റെ കൂടെ കൂടുതൽ ഡിജിറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാണുക, ഫ്രീ കാണാം, നേരെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കാൻ വിടുക. പക്ഷെ നേരെ വെച്ച് UAE പോയി വർക്ക് ചെയ്ത് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി അവിടെ ഒരു മേഖലയിൽ ജോലി ചെയ്യണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പൈസ തരാൻ റെഡിയാണോ? വെറുതെ കിട്ടത്തില്ല, എല്ലാം ഫ്രീ അല്ല. അനൂപ് സാർ നിങ്ങൾ എന്നെ ഡിസ്കൗണ്ട് വെച്ചിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ രാവിലത്തെ സെഷൻ ആർക്കും അറ്റൻഡ് ചെയ്യാൻ റെഡി ഉണ്ടോ? മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശീലങ്ങൾ മാറ്റണം നിർബന്ധമായിട്ട്. വെറുതെ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മോർണിംഗ് റെഡി ഒരാളുണ്ടല്ലേ, പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതിയെ.
4:50 എഴുന്നേൽക്കണം. അത് ഒരു ദിവസം 2 ദിവസം എഴുന്നേൽക്കാനാണെങ്കിൽ നിങ്ങൾ വരണ്ട. 365 ദിവസം ക്ലാസ് 365 ദിവസം എഴുന്നേൽക്കണം. 365 നിൽക്കൂല, അത് അങ്ങനെ പോകും. ഇപ്പം അതിലുള്ള ആളുകൾക്ക് ഇപ്പൊ നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ എന്തോ പല്ലേക്കാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. അല്ലെ കോമളവല്ലി വേണം, രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ചില്ലെങ്കിൽ നമുക്ക് എന്തിയാതെ ഇടങ്ങറാ. അതേപോലെ ഇവർക്ക് ഈ രീതിയിൽ ശീലമായിട്ടുണ്ടല്ലേ. കോമളവല്ലി വേണം, രാവിലെ 4:50 എഴുന്നേറ്റില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിന്റെ കഥ ആലോചിക്കാൻ കഴിയോ? നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, നമ്മളെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. 4:50 എണീക്കലല്ല, ഫ്രഷ് ആയിട്ട് ഇരിക്കണം. 4:50 അതെ അതെ. ഒരു 4 എണീക്കണം. അപ്പം മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ കേട്ടാ, മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്വയം നമ്മളെ ശീലങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടേ വഴിയുള്ളൂ. ഞാൻ എന്ത് വയത് പറഞ്ഞിട്ടും സ്ഥലത്തിലിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചിന്തിക്കണം. അതായത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന 2 കാറ്റഗറിയിലെ ആളുകൾ, മുസ്ലിംസ് ആണെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. ഹിന്ദുസ് ആണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ആളുകളായിരിക്കും. ഇതുപോലെ തന്നെ ക്രിസ്ത്യൻസും. അല്ലാത്ത ആളുകളെ നമ്മൾ കൂടെ നടത്താറില്ല. തീർത്ത് പറയാലോ, അത്രേ ഉള്ളൂ. അതിന് വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ പോരി. അല്ലാത്ത ആളുകൾ നിങ്ങൾ ഉറങ്ങിക്കോളി, സുഖസുന്ദരമായിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ ഇത്രയാണ് കാര്യങ്ങള്. പിന്നെ കുട്ടികളുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് അറിയാം. നിങ്ങൾ പറ്റുമോ നോക്കി നിങ്ങൾ ശ്രമം നടത്തി. ഇനി ആരെങ്കിലും 1-2 ആളുകൾ പെട്ടെന്ന് റിവ്യൂ പറഞ്ഞേ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് ഒക്കെ സെറ്റ് അല്ലേ? ഡൗട്ടുകൾ ഒരുവിധമൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ആർക്കൊക്കെ കോഴ്സ് വേണമെന്ന് പറഞ്ഞേ? എനിക്ക് വേണം സാറേ. ഒന്ന് വേറെ എടുക്കാം. പറഞ്ഞോളേ, പെട്ടെന്ന് പറഞ്ഞോളേ. ഫുൾ എല്ലാവർക്കും തരത്തില്ല. ആവശ്യമുള്ള ആൾ വാങ്ങിയ, അല്ലാതെ കടം ഇതാക്കേണ്ട. ഒന്ന് റുബീന 2, പിന്നെ ജാസ്മിൻ 3, പിന്നെ ജസൽ 4, പിന്നെ ഫിറോസ് 5, പിന്നെ വേറെ ആൾ പെട്ടെന്ന് പറഞ്ഞോളേ, സമയമില്ല. വേറെ ആർക്കും വേണ്ടേ? ഇപ്പൊ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ആൾക്ക് 5000 രൂപ ഓഫർ. 8, 4, 6, 7, 8 ആള്. 8 ആള് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 8 × 5000 40,000. ഞാൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് എങ്ങനെ കാണിച്ച ലൈവ് കാണിച്ചു തന്നാ കേട്ടോ. വെറുതെ പറഞ്ഞാ ഇത് ഉണ്ടാക്കണം നിങ്ങൾ. ഞാൻ നിങ്ങള് ശരിയായിരിക്കും, നിങ്ങൾക്ക് തമാശയൊക്കെ ആയിരിക്കും വരിക. പക്ഷേ ഇത് സ്കില്ലാണ്. നമ്മൾ സ്കില്ലിനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന രീതിയാണ്. ഒപ്പിച്ചു കൊടുക്കലല്ല, എല്ലാം കൃത്യമായിട്ട് കൊടുക്കാം. ലൈഫ് ടൈം അല്ലേ? ലൈഫ് ടൈം. വൺസ് നിങ്ങളിത് പർച്ചേസ് ചെയ്താൽ ലൈഫ് ടൈം നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. UAVAT എന്ത് എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാലും കോഴ്സിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഈ ഒരു പ്രൈസിന് ഇനി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ലാസ്റ്റ് ആൻഡ് ചാൻസ് വിൽ ഗെറ്റ് ദിസ് പ്രൈസ്. അല്ലെങ്കിൽ കിട്ടില്ല, ചോദിക്കും വേണ്ട. 12,500 തന്നെയായിരിക്കും നോർമൽ ഫീസ് വരിക. ഓക്കെ, ഇനി റെക്കോർഡിംഗ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാം, കേൾക്കാം. എങ്ങനെ?